റിപ്പോർട്ടർ കുരുക്ഷേത്രം തത്സമയം കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ ഇതാണ് പ്രേക്ഷകർക്കൊപ്പം ചേരുന്നത്. കൊല്ലം ബീച്ചിൽ നിന്നും തത്സമയം റിപ്പോർട്ടർ കുരുക്ഷേത്രം തത്സമയം. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കൊല്ലം കശുവണ്ടിയുടെ മണവും പുകച്ചുരുളും ഒരു കാലത്തുണ്ടായിരുന്ന നഗരം. വേണാട് കഥാപ്രസംഗം കേട്ട് ശീലിച്ച നഗരം. നാടകത്തിലെ കഥാപാത്രങ്ങൾക്കൊപ്പം സംസ്ഥാന നിയമസഭയിലേക്ക് നടക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ ഇടതിനോടും, എന്നാൽ പാർലമെന്റിൽ നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണിക്കൊപ്പവും നടന്ന വോട്ടർമാരുള്ള കൊല്ലം. ആ കൊല്ലം ഇന്ന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോകുമ്പോൾ ചൂടുപിടിച്ചിരിക്കുന്ന വാർത്തകളാണ് നമ്മൾ കേൾക്കുന്നത്. ഒരു ഭാഗത്ത് NK പ്രേമചന്ദ്രൻ എന്ന കൊല്ലത്തിൻ്റെ സിറ്റിംഗ് MP, മറുഭാഗത്ത് കൊല്ലത്തിൻ്റെ തന്നെ പ്രിയപ്പെട്ട MLA മുകേഷ്. ഇനിയും BJP സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും ഒരു വരവിനായി നമ്മൾ കാത്തിരിക്കുന്നു. കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ അത്ഭുതങ്ങൾ ഉണ്ടാകുമോ എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. NK പ്രേമചന്ദ്രനെ വീഴ്ത്തി മുകേഷ് പാർലമെന്റിലെത്തിയാൽ അത് ഇക്കാലം കണ്ട ഏറ്റവും വലിയ കൊല്ലത്തിൻ്റെ അട്ടിമറിയായി മാറുമോ? നമ്മൾ പരിശോധിക്കുന്നു കൊല്ലത്തിൻ്റെ രാഷ്ട്രീയ മനസ്സിലുണ്ട്. എനിക്കൊപ്പം ചിന്താചുരം LDF-ൽ നിന്നും UDF-ൽ നിന്നും നമുക്കൊപ്പം ബിന്ദു കിഷ, S പ്രശാന്ത് NDAയും പ്രതിനിധീകരിച്ചെത്തുന്നു. ഒപ്പം കൊല്ലത്തെ 3 മുന്നണികളുടെയും വോട്ടർമാരും പ്രവർത്തകരും നമുക്കൊപ്പം തത്സമയം ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. ആദ്യം ബിന്ദു കിഷയിലേക്ക്. ബിന്ദു കിഷ, NK പ്രേമചന്ദ്രൻ പാർലമെന്റിലെ ഏറ്റവും മികച്ച പാർലമെന്റേറിയനാണ്. ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ, ഡിബേറ്റുകൾ, ഏറ്റവും കൂടുതൽ സ്വകാര്യ ബില്ലുകൾ, 91% അറ്റൻഡൻസ്, ഇതൊക്കെ NK പ്രേമചന്ദ്രൻ അവകാശപ്പെടാം. പക്ഷേ NK പ്രേമചന്ദ്രൻ നരേന്ദ്രമോദിക്കൊപ്പം ലഞ്ച് കഴിക്കാൻ പോയി എന്നൊരൊറ്റ കാര്യത്തിലൂടെ കാര്യങ്ങൾ സീനാകെ മാറുന്നുണ്ടോ? മൈക്ക് സർ. ഒരു ലഞ്ച് കഴിച്ചത് കൊണ്ടോ ഒരു ചായ കുടിച്ചത് കൊണ്ടോ രാഷ്ട്രീയ ആദർശങ്ങളും ആശയങ്ങളും മാറ്റിവെക്കുന്ന അത്ര ദൃഢതയില്ലാത്ത ആളല്ല ശ്രീ പ്രേമചന്ദ്രൻ എന്ന ഇന്ത്യയിലും ലോകമെമ്പാടുമുള്ള ജനാധിപത്യം ശ്രദ്ധിക്കുന്നവർക്കറിയാം. ഇന്ത്യൻ പാർലമെന്റിൽ നരേന്ദ്രമോദിക്കെതിരായിട്ടും ഫാസിസ്റ്റ് രാഷ്ട്രീയത്തിനെതിരായും അതിശക്തമായി പോരാടുന്ന ഈ രാജ്യത്തിന് ജാതിക്കും മതത്തിനും വർണ്ണത്തിനും വർഗത്തിനും ഭാഷയ്ക്കും വേഷത്തിനും അതീതമായി ഒരു ഇന്ത്യക്കാരെന്ന് കാണുവാനുള്ള രീതിയിലുള്ള ശക്തമായ പോരാട്ടം നടത്തുന്ന പ്രിയപ്പെട്ട നേതാവ് ശ്രീ പ്രേമചന്ദ്രൻ ഇന്ത്യൻ പാർലമെന്റിന്റെ എല്ലാ പ്രവർത്തന സാധ്യതകളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് രാജ്യത്തിന് വേണ്ടി, കേരളത്തിന് വേണ്ടി, അതിനുമപ്പുറത്തേക്ക് കൊല്ലത്തിന് വേണ്ടി സംസാരിക്കുന്ന പ്രിയപ്പെട്ട MP. കഴിഞ്ഞ തുടർച്ചയായി ഈ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുമ്പോഴും കൊല്ലത്തിന് കാര്യമായ മാറ്റമില്ല എന്നാണ് CPM പറയുന്നത്. ശരിയാണോ? CPM-ന്റെ കണ്ണിൽ എന്തോ കരട് കിടക്കുന്നുണ്ടാ. ഈ പാർലമെന്റ് മണ്ഡലത്തിൽ ഒന്ന് നോക്കൂ, എല്ലായിടത്തും വികസനത്തിന്റെ പെരുമഴ. പ്രത്യേകിച്ചും ശ്രീ പ്രേമ, ഞാൻ ഓർക്കുക 2014 അദ്ദേഹം ഇവിടുത്തെ ജനം തെരഞ്ഞെടുത്ത MP ആയതിനു ശേഷം ആദ്യം പാർലമെന്റിൽ അവതരിപ്പിച്ചത് ഇവിടുത്തെ ബൈപ്പാസിന്റെ പ്രവർത്തനം സംബന്ധിച്ചുള്ള ആവശ്യമാണ്. ഇപ്പോ ഈ കൊല്ലം റെയിൽവേ സ്റ്റേഷൻ എത്ര ഭംഗിയായി എല്ലാത്തിലും അദ്ദേഹത്തിന്റെ കയ്യൊപ്പ് ചാർത്തിക്കൊണ്ട് കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ നമ്മുടെ പാർലമെന്റ് മണ്ഡലത്തിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി ശക്തമായി ഇടപെടൽ നടത്തുന്ന ഒരു MP. ഇതുപോലെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ പ്രവർത്തന മികവിന് നിരവധി അവാർഡ് ലഭിച്ച MP. അതിനും അപ്പുറത്തേക്ക് ഇന്റർനാഷണൽ ഡിബേറ്റിൽ പോലും അന്താരാഷ്ട്ര ഇന്റർനാഷണൽ പാർലമെന്റിൽ ധാക്കയിലും ജനീവയിലും പങ്കെടുത്ത കൊല്ലത്തിന്റെ കയ്യൊപ്പ് ചാർത്തി MP. അതിനും അപ്പുറത്തേക്ക് ഒരു ജനപ്രതിനിധി നിന്ന് നാട് പ്രതീക്ഷിക്കുന്നത്, ഞാനടക്കമുള്ള സാധാരണക്കാർ പ്രതീക്ഷിക്കുന്നത്, ഞങ്ങളുടെ നാടിന്റെ ഓരോ കാര്യത്തിലും രാഷ്ട്രീയത്തിന് അതീതമായി ഇടപെടണം. ആ അർത്ഥത്തിൽ കൊല്ലത്തെ ജനങ്ങളുടെ ഒരു കുടുംബാംഗമായി ഈ നാട്ടിൽ സജീവമായി എല്ലായിടത്തും, അങ്ങോട്ട് നോക്കിയാൽ പ്രേമചന്ദ്രൻ, ഇങ്ങോട്ട് നോക്കിയാൽ പ്രേമചന്ദ്രൻ, അങ്ങോട്ട് നോക്കിയാൽ പ്രേമചന്ദ്രൻ, എവിടെ നോക്കിയാലും പ്രേമചന്ദ്രൻ അത്രമേൽ ഇഴുകി ചേർന്ന. അങ്ങോട്ട് നോക്കുമ്പോൾ LDF-ൽ ഉണ്ടായിരുന്ന പ്രേമചന്ദ്രൻ, നടുക്കോട്ട് നോക്കുമ്പോൾ UDF-ൽ ഉണ്ടായിരുന്ന പ്രേമചന്ദ്രൻ, വലത്തോട്ട് നോക്കുമ്പോൾ നാളെ NDAയിലേക്ക് പോകാനുള്ള പ്രേമചന്ദ്രൻ എന്നാണോ? 1987 നാവായിക്കുളം ഗ്രാമപഞ്ചായത്തിൽ മത്സരിക്കുമ്പോ മൺവെട്ടി മൺകോരി അടയാളത്തിൽ മത്സരിച്ചു. ജില്ലാ കൗൺസിൽ മത്സരിക്കുമ്പോ അതേ അടയാളത്തിൽ മത്സരിച്ചു. നിയമസഭയിൽ അതേ അടയാളത്തിൽ മത്സരിച്ചു. പാർലമെന്റിൽ അതേ അടയാളത്തിൽ മത്സരിച്ചു. അന്നും ഇന്നും അടയാളത്തിൽ കൃത്യമായി മത്സരിക്കുന്ന, രാഷ്ട്രീയ ബോധ്യമുള്ള, നിലപാടുള്ള, ആശയ വ്യക്തതയുള്ള, സർവോപരി മനുഷ്യ സ്നേഹിയായ പ്രേമചന്ദ്രൻ. ആ പ്രേമചന്ദ്രന്റെ കൊല്ലം ആ പ്രേമചന്ദ്രനെ മറിച്ചിടാൻ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലസൂചനകൾ പോരാ. കൊണ്ടൊഴിച്ച് ബാക്കി എല്ലാ നിയോജക മണ്ഡലങ്ങളും അസംബ്ലി മണ്ഡലങ്ങളും നിൽക്കുന്നത് LDF-നോടൊപ്പമാണ്. കരുത്താർജിച്ചിരിക്കുന്നു LDF. ഒരു കരുത്തും ആർജിച്ചിട്ടില്ല. അങ്ങേറ്റം ജനങ്ങളുടെ എന്താ പറയാ, ജനങ്ങൾ ഗതികേട് കൊണ്ട് LDF-നെ താഴെ ഇറക്കാൻ ഒരു അവസരത്തിന് വേണ്ടി കണ്ണുനട്ടിരിക്കുക. ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കണേ എന്ന് പ്രാർത്ഥിച്ചിരിക്കുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അതിന്റെ സമയത്ത് നടന്നോട്ടെ. ഇപ്പൊ നമുക്ക് കിട്ടുന്ന പൊതുജനം കിട്ടുന്ന ആദ്യത്തെ അവസരം ലോക്സഭാ തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പിൽ പാഠം പഠിപ്പിക്കും. നരേന്ദ്രമോദിയുടെ ഫാസിസ്റ്റ് ആശയങ്ങളെ എതിരായിട്ട് അതിശക്തമായ പോരാട്ടം ഒരു ഭാഗത്ത്
അതിന് മുകേഷിനെ തോൽപ്പിച്ചിട്ട് മുകേഷിനെ നരേന്ദ്രമോദിയുടെ ഫാസിസ്റ്റ് നയങ്ങൾക്കെതിരെ മുകേഷിനെ തോൽപ്പിച്ചിട്ട് കാര്യമുണ്ടോ? മുകേഷ് ജയിച്ചിട്ട് എന്താ കാര്യം? കൊല്ലം അസംബ്ലി ജയിച്ചിട്ട് ഇന്നൊരു കാര്യമുള്ളതായിട്ട് ഞങ്ങൾക്ക് ആർക്കും അനുഭവപ്പെട്ടിട്ടില്ല. പ്രധാനപ്പെട്ട ചോദ്യമാണ് ചിന്ത, അവിടെയാണ് പ്രധാനപ്പെട്ട കാര്യം. NK പ്രേമചന്ദ്രൻ ഒരു പാർലമെന്റ് അംഗം എന്ന നിലയിൽ ഈ കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ ചെയ്ത കാര്യങ്ങൾ എണ്ണി പറഞ്ഞ 7.5 കഴിയും എന്നാണ് ബിന്ദു കൃഷ്ണ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് മനുഷ്യസ്നേഹിയായ ഏറ്റവും മികച്ച പാർലമെന്റേറിയനെ ഒരിക്കൽ കൂടി ഈ കൊല്ലം ലോക്സഭയിലെ വോട്ടർമാർ തിരഞ്ഞെടുക്കാനുള്ള സാധ്യത കൂടുതലല്ലേ ചിന്ത? ഒരു സാധ്യതയില്ല. കാരണം സഖാവ് M മുകേഷിന്റെ പ്രചരണ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ കൊല്ലം ജില്ലയിലെ കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിലെ ജനങ്ങൾ എത്ര സ്നേഹവാത്സല്യത്തോടു കൂടിയാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് കൊല്ലം നിയമസഭാ മണ്ഡലത്തിൽ അദ്ദേഹം നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ഈ പാർലമെന്റ് മണ്ഡലത്തിൽ ആകെ വേണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഒത്തുചേരുന്ന കാഴ്ചയാണ് ഞങ്ങൾക്ക് കാണാൻ. കൊല്ലം നിയമസഭ മുഴുവൻ ലോക്സഭാ മണ്ഡലങ്ങളിലേക്കും ആ വികസനം വേണമെന്ന് ആഗ്രഹിക്കുന്നു. തീർച്ചയായിട്ടും. കാരണം കൊല്ലം നിയമസഭാ മണ്ഡലത്തിന്റെ പ്രവർത്തനം എടുത്തു നോക്കിയാൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ വികസനം നടന്ന 5 മണ്ഡലങ്ങളിൽ ഒന്നായി കൊല്ലം നിയമസഭാ മണ്ഡലം മാറിയിരിക്കുകയാണ്. 1748 കോടി. ഈ കണക്കിന്ന് കൊല്ലത്തെ ജനങ്ങൾ അഭിമാനത്തോടു കൂടി പറയുക 1748 കോടി. അതെ, 1748 കോടി രൂപയുടെ വികസനം ഈ കൊല്ലം നിയമസഭാ മണ്ഡലത്തിൽ അദ്ദേഹം നടത്തി കാണിച്ചിരിക്കുന്നു. മുകേഷ് അദ്ദേഹം ഇത്രയും വലിയ തുക എവിടെ കൊണ്ടുപോയി? അതാണ് അദ്ദേഹം കൊല്ലത്ത് പ്രസ് ക്ലബിൽ ഒരു വലിയ ചലഞ്ച് മുന്നോട്ട് വെച്ചു. ഇവിടെയുള്ള ആർക്കും അദ്ദേഹത്തിന്റെ കൂടെ വാഹനത്തിൽ കയറി അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ ചിലവിൽ കൊണ്ടുപോയി തൊട്ട് കാണിച്ചു കൊടുക്കും അദ്ദേഹം കൊല്ലം നിയമസഭാ മണ്ഡലത്തിൽ നടത്തിയിട്ടുള്ള വികസനം. ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി, ശ്രീനാരായണ സാംസ്കാരിക സമുച്ചയം, കൊല്ലം വിക്ടോറിയ ആശുപത്രിയുടെ വികസനം, കൊല്ലം ജില്ലാ ആശുപത്രിയുടെ വികസനം, ഓരോന്നും തൊട്ട് കാണിച്ചു കൊടുക്കാൻ കഴിയുന്ന വിധത്തിലേക്ക് കൊല്ലം നിയമസഭാ മണ്ഡലത്തിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള വികസനമാണ് ഞങ്ങൾ കൊല്ലം പാർലമെന്റിലെ ജനങ്ങൾക്ക് മുമ്പിലേക്ക് വയ്ക്കുന്നത്. ഈ വികസനത്തിനുള്ള അംഗീകാരം സഖാവ് M മുകേഷിന് വോട്ടായി നൽകി അദ്ദേഹത്തെ വിജയിപ്പിക്കുമെന്നുള്ള അങ്ങേയറ്റത്തെ ശുഭാപ്തി പ്രതീക്ഷയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. പക്ഷെ പ്രേമചന്ദ്രനോട് മുട്ടുന്ന സമയത്ത് ഡൽഹിയിൽ പോയി മുകേഷിനേക്കാൾ ഈ കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് പ്രേമചന്ദ്രനല്ലേ? നിങ്ങൾ 2 മുന്നണിയും ഒന്നാണല്ലോ, ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ടാണല്ലോ പാർലമെന്റിൽ എത്തുന്നത്. ഒരിക്കലും അല്ല. കാരണം ശ്രീ NK പ്രേമചന്ദ്രൻ ആരാണ് എന്ന് തിരിച്ചറിഞ്ഞ് കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിലെ ജനങ്ങൾ ഞെട്ടി നിൽക്കുകയാണ്. കാരണം കനകേലു എന്നൊരു പേര് നമുക്കറിയാലോ, എങ്ങനെയാണ് കോൺഗ്രസിന്റെ PR വർക്ക് ചെയ്യാൻ കനകേലു നിൽക്കുന്നത്, അതേപോലെ മോദിയുടെ കനകേലു ആണ് NK പ്രേമചന്ദ്രൻ എന്ന് കൊല്ലത്തെ ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. അതിന് കാരണങ്ങൾ ഒരുപാടുണ്ട്. ബൈപ്പാസിന്റെ ഉദ്ഘാടനം, രാജ്യത്ത് എത്രയോ ബൈപ്പാസുകൾ ഉദ്ഘാടനം ചെയ്യുന്നു, പക്ഷെ കൊല്ലം ബൈപ്പാസിന്റെ ഉദ്ഘാടനത്തിന് MP പ്രത്യേക താല്പര്യത്തിൽ വിളിച്ചുകൊണ്ടുവരുന്നത് പ്രധാനമന്ത്രിയെ. പ്രധാനമന്ത്രി MP നമ്മുടെ ഒരു മണ്ഡലത്തിലെ ഒരു റോഡ് ഉദ്ഘാടനം ചെയ്യാൻ വരുന്ന അഭിമാനമല്ലേ? പുതിയത് ഒരുപാടുണ്ട് ബിന്ദു ചേച്ചി പറയാനായിട്ട്. ഇവിടെ നിർമ്മല സീതാരാമൻ അടുത്ത പ്രധാനമന്ത്രിയാണ് എന്ന് അഡ്രസ് ചെയ്തുകൊണ്ട് ഇവിടെ അവതരിപ്പിച്ചിരിക്കുകയാണ് കൊല്ലത്തിന്റെ MP. അങ്ങനെ പറഞ്ഞിരുന്നോ നിർമ്മല സീതാരാമൻ അടുത്ത പ്രധാനമന്ത്രിയാവുമെന്ന് പറഞ്ഞിരുന്നോ? പ്രേമചന്ദ്രൻ എന്തായാലും അത് പറയത്തില്ലല്ലോ. അദ്ദേഹത്തിന് ബുദ്ധിയും വിവേകമുള്ള ആളാ. അതില്ലാത്തവര് ചിലപ്പോ പറയും. ബിന്ദു കൃഷ്ണ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഉറപ്പാണ് ശ്രീ NK പ്രേമചന്ദ്രൻ അത് പറയില്ല. അദ്ദേഹത്തെ അറിയുന്ന ഓരോ വോട്ടർമാരും രാഷ്ട്രീയത്തിന് അതീതമായി അത് വിലയിരുത്തും. അടുത്ത പ്രധാനമന്ത്രി പറഞ്ഞിട്ടില്ല. നമുക്ക് കാണാം, സോഷ്യൽ മീഡിയയിൽ എല്ലാ വിവരങ്ങളും ലഭ്യമാണ്. ഈ ചർച്ച 1 മണിക്കൂറാണ് ഡോക്ടർ അരുൺകുമാർ നടത്തുന്നത്. വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റി എന്നുള്ള പ്രശ്നം ഇത് തുടർന്നുള്ള മറ്റ് ഡിസ്കഷൻസ് ബാക്കി സോഷ്യൽ മീഡിയയിൽ നടക്കും. അവിടെ കൃത്യമായിട്ട് ആ വിവരങ്ങൾ നമുക്ക് കിട്ടും. NK പ്രേമചന്ദ്രൻ നിർമ്മല സീതാരാമനെ എന്താണ് കൊല്ലത്ത് കൊണ്ടുവന്നിട്ട് വിശേഷിപ്പിച്ചതെന്നുള്ളത്. അടുത്തത് പ്രധാനമന്ത്രിയുടെ ഓഫീസ് എങ്ങനെയാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതെന്നുള്ള ബോധ്യം എനിക്കുണ്ട്. പ്രധാനമന്ത്രി ഒരു പദ്ധതി കൃത്യമായി ഫോളോ അപ്പ് ചെയ്യുമെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ വാഴ്ത്തിക്കൊണ്ട് നടത്തിയിട്ടുള്ള വസ്തുതയല്ലേ? അതിപ്പോ സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറയുന്നത് വസ്തുതയാണോ? വസ്തുതയാണെന്ന് ബിന്ദു കൃഷ്ണ പറയട്ടെ. അതും വസ്തുതയാണെന്ന് ബിന്ദു കൃഷ്ണ പറയട്ടെ. ബിന്ദു കൃഷ്ണ അത് വസ്തുതയല്ലേ? നമ്മുടെ പ്രധാനമന്ത്രി കാര്യങ്ങൾ കൃത്യമായി ഫോളോ അപ്പ് ചെയ്യുന്ന ആളാണ് എന്ന് NK പ്രേമചന്ദ്രൻ പറഞ്ഞത് ശരിയല്ലേ? കുണ്ടറ റെയിൽവേ സ്റ്റേഷൻ ഉദ്ഘാടനത്തിനാണ് ചിന്ത ഇപ്പൊ പരാമർശിച്ച സംഭവം. പക്ഷെ അത് വളച്ചൊടിച്ചതാണ്. അവിടെ DCC ജനറൽ സെക്രട്ടറി ശ്രീ ആന്റണി ജോസ് ഈ പദ്ധതി എങ്ങനെ നടക്കാനാണോ എന്ന് സംശയം തോന്നിയപ്പോ ഇത് നടക്കും, PM ഓഫീസിൽ നിന്ന് ഫോളോ അപ്പ് ഉണ്ട്. PM ഓഫീസ് എന്ന് നരേന്ദ്രമോദി ആയാലും പിണറായി വിജയൻ ആയാലും ഇനിയിപ്പോ ആരായാലും പ്രധാനമന്ത്രിയുടെ ഓഫീസിനെ അഭിനന്ദിച്ച്
പ്രധാനമന്ത്രിയുടെ ഓഫീസ് കൃത്യമായി ഫോളോ അപ്പ് ചെയ്യുന്ന ഒന്നാണെന്ന് പ്രതിപക്ഷത്തു നിന്നുള്ള ഒരു എം പി പറഞ്ഞാൽ അത് ബി.ജെ.പിക്ക് അംഗീകാരം. ബി.ജെ.പിയുടെ അംഗീകാരമല്ല, ബി.ജെ.പിയുടെ അംഗീകാരമല്ല. അദ്ദേഹം പറഞ്ഞത് ഓഫീസ് എന്ന് പറഞ്ഞാൽ എവർ എക്സിസ്റ്റിംഗ് ആണ്. അത് അവിടെ പ്രധാനമന്ത്രി വരും ഡോക്ടർ മൻമോഹൻ സിംഗ് ജി ആയിരുന്നു, അതിനു മുമ്പ് രാജീവ് ജി ആയിരുന്നു. അത്ര നിഷ്കളങ്കമാവാൻ പറ്റുമോ? ഇപ്പൊ മൻമോഹൻ സിംഗിന്റെ പ്രൈം മിനിസ്റ്റർ ഓഫീസ് അല്ലല്ലോ ഇത്, നരേന്ദ്രമോദിയുടെ പ്രൈം മിനിസ്റ്റർ ഓഫീസ് അല്ലേ? നരേന്ദ്രമോദിന് എന്താ ഉറപ്പ്? എന്താ ഡോക്ടർ അരുൺ ഉറപ്പുണ്ട്, എനിക്ക് ഉറപ്പില്ല. അല്ലല്ല, പ്രധാനമന്ത്രിയുടെ ഓഫീസ് കൃത്യമായി PMO പ്രധാനമന്ത്രിയുടെ ഓഫീസ് കൃത്യമായി ഫോളോ അപ്പ് ചെയ്യുമെന്ന് പ്രതിപക്ഷത്തു നിന്നുള്ള ഒരു എം പി പറയുമ്പോൾ അത് സത്യസന്ധമാണെന്ന് നമ്മൾ വിശ്വസിക്കൂ. അല്ലേ? അതിനെയാണ് ദുർവ്യാഖ്യാനം എന്ന് മലയാള ഭാഷയിൽ പറയുന്നത്. അല്ല, പിന്നെ നമ്മൾ പറയാവുന്ന ഒരു ഭാഷയിൽ പറയൂ ബിന്ദു കൃഷ്ണ. അതായത് പ്രധാനമന്ത്രിയുടെ ഓഫീസ് കൃത്യമായി കാര്യങ്ങൾ വിലയിരുത്തുന്നു എന്ന് NK പ്രേമചന്ദ്രൻ പറഞ്ഞത് മോദിക്കുള്ള അംഗീകാരമല്ലേ? ബോഡിയുടെ അംഗീകാരത്തെ കുറിച്ച് അല്ല, അപ്പൊ ഓഫീസിലെ ഉദ്യോഗസ്ഥന്മാരെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. പറഞ്ഞോളൂ ചിന്ത. സത്യം ഉദ്യോഗസ്ഥന്മാരെ കുറിച്ചാണ് പറഞ്ഞോളൂ ചിന്ത. നിങ്ങളിങ്ങനെ ദുർവ്യാഖ്യാനിക്കരുത്. പ്രേമേന്ദ്രനെ പോലെ കറകളഞ്ഞ ഇന്നും ഉള്ളിൽ വിപ്ലവം സൂക്ഷിക്കുന്ന ഒരു മനുഷ്യൻ മോദിക്കൊപ്പം പോകുമെന്നുള്ള കുപ്രചരണം മാത്രമല്ല, പ്രവൃത്തിയിലും പ്രസംഗത്തിലും എല്ലായിടത്തും അടിമുടി ഫാസിസ്റ്റ് വിരുദ്ധനാണ് പ്രിയപ്പെട്ട ശ്രീ NK. പക്ഷേ ഇപ്പോൾ UDF ക്യാമ്പിലാ. വിപ്ലവത്തെ കുറിച്ച് പറഞ്ഞോളൂ ചിന്ത. അല്ല, എനിക്ക് സങ്കടം തോന്നുന്നു. കാരണം ബിന്ദു കൃഷ്ണയെ പോലെ മുൻ DCC പ്രസിഡന്റിന് വളരെ ദൗർഭാഗ്യകരമായ ഒരു അവസ്ഥയിലൂടെയാണ് ഇപ്പൊ കടന്നു പോകുന്നത്. കാരണം അവർ വളരെ കഷ്ടപ്പെട്ട് പ്രേമചന്ദ്രനെ ന്യായീകരിക്കുന്നു. ചിന്തയെ പോലെ CPM-ന്റെയും DYFI-യുടെയും SFI-യുടെയും CIT-ന്റെ ഒക്കെ നേതാക്കന്മാർ ധാരാളം പ്രവർത്തിക്കുന്ന കൊല്ലത്ത് ആ രാഷ്ട്രീയക്കാർ ഒരു സ്ഥാനാർത്ഥി എടുത്താതെ പ്രിയപ്പെട്ട ശ്രീ പ്രേമചന്ദ്രൻ MP മറു സ്ഥാനാർത്ഥി ശ്രീ മുകേഷിന്റെ സംവാദത്തിന് ക്ഷണിച്ചു. സംവാദനമോ? ഇതെന്താ? ഞാനില്ല എന്ന് പറയുന്ന ആളിനെ പിടിച്ച് സംവാദത്തിന് എന്തുകൊണ്ട് മുകേഷ് തയ്യാറാവുന്നില്ലെന്നുള്ളതാണ് ചോദ്യം. അല്ല, ബിന്ദു ചേച്ചി ഇപ്പൊ എന്താ പറഞ്ഞത്? ബിന്ദു ചേച്ചിക്ക് ആരാണ് സഖാവ് M മുകേഷ് എന്ന് അറിയില്ലെന്ന് തോന്നുന്നു. സഖാവ് M മുകേഷിന് ഒരു ചരിത്രമുണ്ട്. സഖാവ് M മുകേഷിന്റെ പിതാവ് സഖാവ് M മുകേഷ് എല്ലാവർക്കും അറിയാം. സഖാവ് M മുകേഷിന്റെ പിതാവ് ശ്രീ O മാധവൻ, അദ്ദേഹം എത്ര വർഷക്കാലം പഞ്ചായത്ത് പ്രസിഡന്റായി പ്രവർത്തിച്ചിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചേച്ചി, അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആ കാലഘട്ടത്തിലെ. അപ്പൊ ഒരു കാര്യം ചിന്ത, അപ്പൊ ഈ മുകേഷ് പാർലമെന്റിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നത് MLA എന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിലാണെന്നാണ് താങ്കൾ പറയുന്നത്. എനിക്ക് അവരുന്നയിച്ച ആരോപണത്തിന് മറുപടി പറയാനുള്ള ഒരു അവസരം തരണം. അത് പറയാനായിട്ടുള്ള ഒരു അവസരം ലഭിച്ചാൽ പ്രശാന്തിലൂടെ പോകണം. സഖാവ് M മുകേഷ് ആരാണ്? സഖാവ് M മുകേഷ് തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന്റെ പുത്രനായി സഖാവ് M മുകേഷിന്റെ അമ്മുമ്മ കശുവണ്ടി തൊഴിലാളിയാണ്. O മാധവന്റെയും വിജയകുമാരി ചേച്ചിയുടെയും മകൻ. KPSC എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നാടകശാല, കാളിദാസ കലാകേന്ദ്രം, ഇതിന്റെ എല്ലാം നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി ഉൾപ്പെടെയുള്ള നാടകങ്ങൾ ഈ നാടിലേക്ക് കൊണ്ടുവന്ന് പുരോഗമന മുകേഷിന്റെ കലാപാരമ്പര്യത്തെ ആരും ചോദ്യം രാഷ്ട്രീയ പാരമ്പര്യത്തെ ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ മുകേഷിനെ പ്രേമചന്ദ്രനുമായി സംവാദത്തിൽ മുകേഷിന്റെ ആരാധിക മുകേഷ് ജനപ്രതിനിധി എന്ന നിലയിൽ എന്റെ MLA കേരളത്തിന്റെ ചരിത്രം പറഞ്ഞുകൂടാത്തതുകൊണ്ടാണ്. കേരളത്തിന്റെ ചരിത്രം കേരളത്തിന്റെ ചരിത്രം എന്ന് പറയുന്നത് കലാപ്രവർത്തനവും കവിതകളും കഥകളും രചനകളും എല്ലാം ചേർന്ന് ഇഴുകിച്ചേർന്ന് രൂപപ്പെടുത്തിയതാണ് കേരളത്തിന്റെ പുരോഗമന മനസ്സ്. അതിനെ അടർത്തു മാറ്റാൻ കഴിയില്ല. ഇത് രണ്ടും ഒത്തുപോകുന്നതാണ്. നിങ്ങൾ മലയാള സിനിമ എടുത്തു നോക്കൂ. കൊല്ലത്തിന്റെ ബ്രാൻഡ് അംബാസിഡർ അല്ലേ മുകേഷ്? അതുകൊണ്ട് പാർലമെന്റിൽ പോയിട്ട് എന്ത് പ്രയോജനം? അദ്ദേഹം കൊല്ലത്ത് നടത്തിയ വികസന പ്രവർത്തനങ്ങൾ അത് പാർലമെന്റ് മണ്ഡലത്തിൽ ആകെ അതാണ് കൊല്ലം മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾ പാർലമെന്റിൽ എത്തിക്കുക എന്നതാണ് മുകേഷിന്റെ ദൗത്യം. പ്രശാന്ത്, ഒരു സംശയം, നിങ്ങളുടെ സ്ഥാനാർത്ഥി ഇല്ലേ? അതോ NK പ്രേമേന്ദ്രന് വേണ്ടിയിട്ട് നിങ്ങൾ സീറ്റ് മാറ്റി വെച്ചേക്കുക? ഞങ്ങളുടെ സ്ഥാനാർത്ഥി ഉണ്ടാകും. കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിൽ BJP ഇതുവരെ വന്നില്ല. അല്ല, അത് പ്രഖ്യാപിക്കും. ഒരു ദേശീയ പാർട്ടിയാണ്, ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ സീറ്റുകളിൽ മത്സരിക്കുന്ന പാർട്ടിയാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും സ്ഥാനാർത്ഥി ഉണ്ടാകും. ഇവര് രണ്ടുപേരും ഇവര് രണ്ടുപേരും ഇവിടെ കിടന്ന് വഴക്കുണ്ടാക്കുന്നു. കേരളം വിട്ടാൽ ഇവർ ഒരു മുന്നണിയാണ്. രണ്ട് മുന്നണികളോടും ചോദിക്കുന്നു, ഇവിടെ കൊല്ലത്തിന്റെ MP ആണ് നിലവിലെ UDF-ന്റെ സ്ഥാനാർത്ഥി, MLA ആണ് LDF-ന്റെ സ്ഥാനാർത്ഥി. ഈ രണ്ടുപേരും കൊല്ലത്തിന്റെ സമഗ്രമായ വികസനം അടിസ്ഥാനമാക്കി
നരേന്ദ്രമോദി സർക്കാർ ഈ രാജ്യത്ത് നടപ്പിലാക്കിയിട്ടുള്ള വികസന പ്രവർത്തനം കൊണ്ട് അത് ദേശീയപാതയാകാം. ഈ രാജ്യത്തെ 375 റെയിൽവേ സ്റ്റേഷനുകൾ നവീകരിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായി കൊല്ലം റെയിൽവേ സ്റ്റേഷൻ നവീകരിക്കുന്നുണ്ട്. അതിന് എന്താണ് എംപിയുടെ റോള്? അതുപോലെ നാഷണൽ ഹൈവേ നരേന്ദ്രമോദി 40 വർഷക്കാലം പെർഫോമൻസ് കൂടി കണ്ടിട്ടല്ലേ വിളിച്ചിരിക്കുന്നത്? അല്ല, ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പറയുന്നത് എന്താണ്? രാഷ്ട്രീയം അല്ല വലുത്, രാഷ്ട്രമാണ് വലുത്. വികസന കാര്യത്തിൽ രാഷ്ട്രീയം പാടില്ല എന്ന മഹത്തായ സന്ദേശം മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഞങ്ങളുടേത്. അത് അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്നുണ്ട്. എല്ലാ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട എംപിമാരെ ഞങ്ങൾ വിളിക്കാറുണ്ട്, അത്രേ ഉള്ളൂ, സഹകരിക്കാറുണ്ട്. പ്രേമചന്ദ്രൻ അറിയാം, നരേന്ദ്രമോദിയാണ് അധികാരത്തിൽ. കൊല്ലം ഫാത്തിമ കോളേജിൽ നടന്ന പരിപാടിയിൽ ഞാനും കൂടി പങ്കെടുത്ത വേദിയിൽ അദ്ദേഹം പറഞ്ഞു, അടുത്ത പ്രധാനമന്ത്രിയാകാൻ യോഗ്യതയുള്ള ആളാണ് നിർമ്മലാ സീതാരാമൻ എന്ന് പറഞ്ഞു. കൊല്ലം ഫാത്തിമ മാതാ നാഷണൽ കോളേജിൽ നടന്ന കഴിഞ്ഞ മാസം നടന്ന പരിപാടിയിൽ ഞങ്ങൾ വെല്ലുവിളിക്കുന്നു, കൊല്ലത്തിന്റെ സമഗ്രമായ വികസനം. നിങ്ങൾ ബസ് സ്റ്റേഷൻ കൊല്ലത്തേക്ക് കടന്നു പോകുന്ന സമയത്ത് നിങ്ങൾക്ക് നോക്കാം, ആ ബസ് സ്റ്റേഷന് മുന്നിൽ മൂക്ക് പൊത്തി അല്ലാതെ നിൽക്കാൻ കഴിയില്ല. നിന്ന് കഴിഞ്ഞാൽ കോൺക്രീറ്റ് പാളികൾ അടന്ന് തലയിലേക്ക് വീഴുന്നു. അതാണോ കൊല്ലത്തിന്റെ വികസനം? നമ്മുടെ നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്ന സ്വസ്ഥ ഭാരത് അഭിയാൻ ഒന്നും ഇവിടെ പ്രവർത്തിക്കുന്നില്ലേ? നരേന്ദ്രമോദി സർക്കാരിന്റെ സ്വച്ഛ് ഭാരത് പ്രവർത്തനങ്ങൾ നിങ്ങൾ ഈ പാവപ്പെട്ടവരുടെ പെട്രോൾ ഡീസൽ കക്കൂസ് ഉണ്ടാക്കാനെന്ന് പറഞ്ഞിട്ട് പ്രവർത്തനങ്ങളല്ല, അത് പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി, ഇത് പാവപ്പെട്ടവരല്ലേ കൊല്ലത്തുള്ളവര് വേണ്ടിയിട്ടാണ്. ഇത് സംസ്ഥാന സർക്കാരിന്റെ ഫണ്ട് ഉപയോഗിച്ച് ചെയ്യേണ്ടതാണ്. ബസ് സ്റ്റാൻഡുകൾ, ആ ബസ് സ്റ്റാൻഡിന്റെ പ്രവർത്തനം കൊല്ലം ജില്ലാ ആശുപത്രി 6 മാസക്കാലമായി ഓപ്പറേഷൻ തിയേറ്റർ പ്രവർത്തിക്കുന്നില്ല. കൊല്ലത്തിന്റെ സമഗ്രമായ വികസനം അതാണ് ചിന്ത പറഞ്ഞത്. ചിന്ത പറഞ്ഞത് മുകേഷിന്റെ നേട്ടമായിട്ട് പറഞ്ഞതാണ് ജില്ലാ ആശുപത്രി. 2014 മുമ്പും ഈ എം പി ആയിരുന്നല്ലോ. 2014 ശേഷം 2024 എത്തി നിൽക്കുന്നു 10 വർഷക്കാലം നരേന്ദ്രമോദിയുടെ സുന്ദരമായ ഭരണ വൈഭവം കൊണ്ട് ഈ രാഷ്ട്രത്തിന്റെ ലോകരാഷ്ട്രങ്ങളുടെ മുന്നിൽ ഏറ്റവും നിറകിൽ നിൽക്കുന്ന ഭരണം കാഴ്ചവെക്കുന്നു. അതിന്റെ ഭാഗമായി നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾ അല്ലാതെ എന്തുണ്ട് ചൂണ്ടിക്കാണിക്കുവാൻ? കൊല്ലത്തിന്റെ സമഗ്ര വികസനമായിട്ട് അവരെ നമ്മൾ വെല്ലുവിളിച്ചു ചോദിക്കുക. പക്ഷെ അപ്പോഴും നിങ്ങൾ BJP സ്ഥാനാർത്ഥി നിർത്തിയിട്ടില്ല. സ്ഥാനാർത്ഥി നിർത്തും. ഈ രാജ്യത്ത് 82 സീറ്റിലാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചത്. 260 നാളെ ലോക്സഭ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ പോവാണ്. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നാളെ ലോക്സഭ തീയതികൾ പ്രഖ്യാപിക്കും, തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കും. മിക്കവാറും ആദ്യ ഘട്ടത്തിലായിരിക്കും കേരളത്തിന്റെ തെരഞ്ഞെടുപ്പ്. കൂടിപ്പോയ ഒരു 30-35 ദിവസം പ്രചരണത്തിന് കിട്ടും. നിങ്ങളുടെ സ്ഥാനാർത്ഥി ഇതുവരെ നിങ്ങൾ ചിന്തിച്ചിട്ട് പോലുമില്ല. ഈ നാട്ടിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ മതി ഞങ്ങൾക്ക് ജയിക്കാൻ. പക്ഷെ സ്ഥാനാർത്ഥി വേണ്ടേ? സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പ് നാളെ പ്രഖ്യാപിച്ചില്ലല്ലോ. സ്ഥാനാർത്ഥി ഉണ്ടാകും. ഇന്ത്യ മഹാരാജ്യത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയാണ്. അല്ല, എന്റെ ഒരു സംശയം, നിങ്ങൾ UDF ഒരു സീറ്റ് മതി, RSPക്ക് ഒരു സീറ്റ് പ്രഖ്യാപിച്ചാൽ മതി. 20 താഴെ സീറ്റിലാണ് CPM മത്സരിക്കുന്നത്. BJP അങ്ങനല്ല. അതുകൊണ്ട് അതിന്റേതായ പരിമിതികൾ പക്ഷേ അപ്പൊ കൊല്ലത്തിൽ ആ പരിമിതിയിൽ ഞങ്ങൾ ജയിക്കും. നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ കൊല്ലത്തും നടപ്പിലാക്കിയിട്ടുണ്ട്. MP എന്നുള്ള നിലയിലല്ല, അത്രയ്ക്കും ആത്മവിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾ ഈ പത്മിനി തോമസിന്റെയും പത്മജിയും ഒക്കെ തേടി പോകുന്നത്, പത്മനാഭനെ ഒക്കെ തേടി പോകുന്നത് ഞങ്ങളിലേക്ക് വരാൻ തയ്യാറാണ്. ഞങ്ങളിലേക്ക് വരുന്നവരെ 2 കൈ നീട്ടി സ്വീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. അവിടെ രാഷ്ട്രീയം നോക്കാറില്ല. എല്ലാവരെയും ഞങ്ങൾ സ്വീകരിക്കും. ആര് വന്നാലും നിങ്ങൾ സ്വീകരിക്കും. അവസാന ഘട്ടത്തിൽ ഒറ്റ കാര്യം കൂടി, ഇലക്ട്രൽ ബോണ്ട് ഒരു വലിയ പാരയാവൂത്. ഇന്ന് പുതിയ കണക്ക് വന്നേക്കുന്നു. 6060 കോടി രൂപയാണ് BJPക്ക് മാത്രം തന്നിരിക്കുന്നത്. അതിൽ തന്നിരിക്കുന്ന ഒരു പ്രമുഖ കക്ഷിയുടെ പേര് പറയാം, സാന്റിയാഗോ മാർട്ടിൻ. രാഷ്ട്രീയ പാർട്ടികൾ ഫണ്ട് സ്വീകരിക്കുന്ന ആദ്യമായിട്ടൊന്നുമല്ല. എല്ലാ കാലഘട്ടത്തിലും രാഷ്ട്രീയ പാർട്ടികൾ ഫണ്ട് സ്വീകരിക്കാറുണ്ട്. അത് ഇടതും സ്വീകരിക്കും, വലതും സ്വീകരിക്കും. പറയാൻ കഴിയില്ല. CPM ഫണ്ട് സ്വീകരിച്ചതിന്റെ തെളിവുകൾ പുറത്തു വരും. ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക മുതലാളിത്ത CPM ഫണ്ട് എങ്ങനെ പുറത്തു വരും? CPM ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയിട്ടില്ല പ്രശാന്ത്. ഈ സംസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ സാമ്പത്തിക രാഷ്ട്രീയ പാർട്ടി CPM ആണ്. CPM-നുള്ള ഒരു ആസ്തി അത് സാധാരണക്കാരായ ആളുകൾ ബക്കറ്റ് പിരിവെടുത്തും ആടിനെ വിറ്റും മേടിച്ചത് രാഷ്ട്രീയ പാർട്ടിയുടെ പേരിലാണ്, നേതാക്കന്മാരുടെ പേരിലല്ല. മാസപ്പടി വാങ്ങുന്ന നേതാക്കന്മാരുടെ നാടാണ് കേരളം. അതെ, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്.
വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ചിന്തയ്ക്ക് മറുപടി പറയാം. അതിനു മുൻപ് പൈസ വാങ്ങിയത് ഇലക്ടറൽ ബോണ്ടിന്റെ കാര്യത്തിൽ നിങ്ങൾ രണ്ടുപേരും നഗ്നരാണ് എന്ന് തെളിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് CPM-ന്റെ ആരോപണം. ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുമ്പോൾ ഇലക്ടറൽ ബോണ്ട് വിഷയമടക്കം നിങ്ങളെ തിരിഞ്ഞുകുത്തില്ലേ എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഞങ്ങൾക്ക് ആർക്കും നഗ്നത വരത്തില്ല. കാരണം അന്തസ്സായി സുതാര്യമായി രാജ്യത്ത് നിലവിലുള്ള നിയമം അനുസരിച്ച് ഇലക്ടറൽ ബോണ്ട് നിയമപരമായി പറഞ്ഞിരുന്ന കാര്യമാണ്. കഴിഞ്ഞ ആഴ്ചയിലാണ് സുപ്രീം കോടതി അത് നിയമവിരുദ്ധമായി പ്രഖ്യാപിച്ചത്. അല്ലാതെ ഈ ED അന്വേഷണം വരുന്ന കമ്പനികളെല്ലാം കയ്യിൽ നിന്ന് കൂട്ടത്തോടെ പണം വാങ്ങിച്ചത് BJP ആണ്. അതുകൊണ്ട് അത് ഞങ്ങളെ ബാധിക്കത്തില്ല. ഈ നാട്ടിലെ ജനങ്ങളുടെ കയ്യിൽ നിന്ന് പണം പിരിച്ച് പാർട്ടി ഞാൻ അടക്കമുള്ള രാജ്യത്തെ കോൺഗ്രസിന്റെ പ്രവർത്തകർ സാധാരണക്കാരിൽ നിന്ന് പിരിച്ചെടുക്കുന്ന പണം കൊണ്ടാണ് കോൺഗ്രസ് പാർട്ടി പ്രവർത്തിക്കുന്നത്. ബോണ്ട് വേണ്ടെന്ന് വെക്കാനുള്ള ഒരു അഭിമാനം എന്താ കാണിക്കാഞ്ഞത്? അല്ല, അത് വേണ്ടെന്ന് വെക്കുന്ന സമയത്ത് വേണ്ടെന്ന് വെക്കുന്നേ. രാജ്യത്തെ നിലവിലുള്ള ഇലക്ട്രൽ ബോണ്ട് വേണ്ടെന്ന് സുപ്രീം കോടതി വെച്ചു. സമയത്തല്ലേ രാജ്യത്തെ ഏറ്റവും വലിയ കള്ളപ്പണം ഉണ്ടാക്കി CPM പറയുന്നത്. നാണം കെട്ട് സ്വർണ്ണക്കടത്തും ചർച്ചാ വിഷയമാകും. ഒരു നിമിഷം പ്രശാന്ത്, അതിന് മറുപടി പറഞ്ഞിട്ട് മറുപടി പറഞ്ഞിട്ട് വോട്ടർമാരിലേക്ക് പോകാം. പറഞ്ഞോളൂ. ഒരു നിമിഷം ചേട്ടാ പറഞ്ഞോ. ഇതൊന്നും ശ്രദ്ധിക്കണ്ട. പറഞ്ഞോ. ശരി പറഞ്ഞോ. മാസപ്പടിയാണ് ഇലക്ട്രൽ ബോണ്ട് അല്ല പാർട്ടിയുടെ സ്രോതസ് എന്നാണ് അവർ പറഞ്ഞത്. പറഞ്ഞോ. ഈ ശബ്ദം ശ്രദ്ധിക്കണ്ട. പറഞ്ഞോ. നിങ്ങൾ തുള്ളിയിട്ട് കാര്യമല്ല. പറഞ്ഞോ. അല്ല, മാസപ്പടിയാണ് പാർട്ടിയുടെ സ്രോതസ് എന്നാണ് ഇവരുടെ ആരോപണം. ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ജനങ്ങൾ വളരെ ശ്രദ്ധേയമായി വിലയിരുത്താൻ പോകുന്നത് അഴിമതിക്കെതിരെയുള്ള പോരാട്ടമായിട്ടാണ് ഈ സമരത്തെ കാണുന്നത്. ആ അഴിമതി എന്ന് പറയുന്നത് രാജ്യത്ത് BJP കൊണ്ടുവന്ന അഴിമതിയെ നിയമവൽക്കരിക്കാൻ വേണ്ടി നടത്തിയ പരിശ്രമം, അതിൽ സുപ്രീം കോടതിയുടെ ഇടപെടൽ, ഇതെല്ലാം കേരളത്തിലെ ജനങ്ങൾ വളരെ കൃത്യമായി ചർച്ച ചെയ്യും. വളരെ ആർജവത്തോടുകൂടി ഞങ്ങൾ പറയുന്നു, അങ്ങനെ ഒരു തുക വേണ്ടെന്ന് പറയുവാൻ തുടക്കം തൊട്ടേ ധൈര്യം കാണിക്കുകയും അതിന് സുപ്രീം കോടതിയെ സമീപിക്കുകയും ചെയ്ത രാഷ്ട്രീയ പാർട്ടിയാണ് സഖാവ് M. മുകേഷിന്റെ രാഷ്ട്രീയ പാർട്ടി എന്ന അഭിമാനത്തോടു കൂടി ഞങ്ങൾക്ക് പറയാം. കോടി രൂപയിലേക്ക് ആ കമ്പനി വളർന്നു. ആ കമ്പനിയുടെ ഉടമസ്ഥയാരാണ്? ശരി, എന്നൊരു സംശയം ചോദിക്കട്ടെ പ്രശാന്ത്. സ്വിസ് ബാങ്കിൽ നിന്ന് കള്ളപ്പണം കൊണ്ടുവന്നാൽ എല്ലാ മനുഷ്യരുടെയും പോക്കറ്റിൽ 15 ലക്ഷം വെക്കാനുള്ള തുക കാണും എന്നാണ് അന്ന് പറഞ്ഞു. അതൊരു പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഞങ്ങൾ പറഞ്ഞ സ്വിസ് ബാങ്കിൽ നിന്ന് അത് സാങ്കല്പികമാണ് എന്നുള്ളത് നമ്മൾ ഇന്ന് ഞെട്ടലോടുകൂടി തിരിച്ചറിയുന്നു. ശരി, അവിടെ നിൽക്കട്ടെ. പക്ഷേ സ്വിസ് ബാങ്കിൽ നിന്ന് കള്ളപ്പണം കൊണ്ടുവരുമെന്ന് പറഞ്ഞ പാർട്ടി അവിടെ തന്നെ SBI ഉപയോഗിച്ച് കള്ളപ്പണം ശേഖരിച്ചിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇല്ല, അങ്ങനെ ഒരു വിവരം ഇതുവരെ പുറത്തു വന്നിട്ടില്ല. അതല്ലേ ഇപ്പൊ പുറത്തു വന്നത് 6070 കോടി ഇലക്ട്രൽ ബോണ്ട് എവിടെ കിടക്കുന്നു? അതല്ലേ സുപ്രീം കോടതി പറഞ്ഞത്. ഈ രാജ്യത്ത് വരുന്ന സമ്പത്തിന്റെ വിനിമയം സാധാരണക്കാരായ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ നരേന്ദ്രമോദി ഗവൺമെന്റ് തയ്യാറാണ്. അതുകൊണ്ടാണ് സാധാരണക്കാരന്റെ അക്കൗണ്ടിലേക്ക് ഒരു വർഷം 6000 രൂപ കഴിഞ്ഞ 4 വർഷക്കാലമായി മുടങ്ങാതെ ഇടനിലക്കാരില്ലാതെ ഒരു വർഷം 6,000 രൂപ. ഇപ്പൊ നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ പെൻഷൻ എത്ര? സംസ്ഥാന സർക്കാരിന്റെ പെൻഷൻ 12,000 കോടി ആൾക്കാർക്കാണ് രാജ്യത്ത് RSSനും കിട്ടി. ഇല്ലില്ല, ഈ പറഞ്ഞ തുക കിട്ടിയത് BJPക്കും RSSനുമാണ് കിട്ടിയത്. BJPക്കാർക്കും RSSകാർക്കേ കിട്ടിയുള്ളൂ. സ്വന്തമായി ഒരുപാട് ഉണ്ടെങ്കിൽ കോൺഗ്രസ്സുകാരുണ്ട്, കമ്മ്യൂണിസ്റ്റുകാരുണ്ട്. ബിന്ദു ചേച്ചി എന്റെ കൂടെ ഞാൻ കാണിച്ചു തരാം.
ആയിരക്കണക്കിന് ആളെ കാണിച്ചതാ. ഞാൻ കൂടെ എത്ര വരില്ല. രൂപ? ഇവിടെ അല്ല, കൊല്ലത്തെ എത്ര രൂപ? ജനങ്ങളുടെ പരിചയം എത്ര രൂപ? ഇവരിൽ ആർക്കാണ് കിട്ടിയത്? 12,000 രൂപയോ? അതാണ് കിട്ടിയില്ല. 6,000 കാര്യം പറഞ്ഞു. ബിജെപിയുടെ പ്രതിനിധി ഇവിടെ നിന്ന് ഭൂരിപക്ഷം പേര് പറയുന്നത് പാവം. 6,000. ഇതിലൂടെ ആൾക്ക് 6,000 അല്ലേ? 1000 രൂപ. രേഖകൾ പരിശോധിക്കാം. ബിന്ദു ചേച്ചി വെല്ലുവിളിക്കുന്നു. പരിശോധിക്കാം. ചേച്ചി വരുന്നോ? ചേട്ടന് കിട്ടിയോ? ആയിരക്കണക്കിന് ചേച്ചിയെ ആളുകൾ വെല്ലുവിളിക്കുന്ന ചേട്ടന് സമയം- കിട്ടിയോ 6,000 രൂപ? സഹോദരാ, 6,000 രൂപ ബിന്ദു ചേച്ചിയെ കിട്ടിയോ? വെല്ലുവിളിക്കുന്ന കർഷകനാണോ? സമയത്ത് ഈ കർഷകനാണോ? നിൽക്കുന്ന ഒരാളെ ഒന്ന് താങ്കളുടെ ജോലി കാണിച്ചാ. എന്താ? കിട്ടിയ ഒരാളെ കാണിച്ചാ. ഒരു നിമിഷം, ബിന്ദു, ഒരു നിമിഷം. ചേച്ചി, ഒരു നിമിഷം, ഒരു നിമിഷം, ഒരു നിമിഷം, ചേച്ചി, ഒരു നിമിഷം. ചേട്ടാ, ഒരു നിമിഷം. ചേട്ടന് 6,000 രൂപ കിട്ടി. ചേട്ടൻ എന്തോ ജോലി? എനിക്ക് കൃഷി ബിസിനസ്സാ? ബിസിനസ് ആ. വീട്ടുകാർക്കുണ്ട്. എന്റെ വീട്ടുകാർക്കുണ്ട്. എന്റെ വീട്ടുകാർക്കുണ്ട്. എന്റെ വീട്ടുകാർക്ക് കിട്ടിയത്. ചേട്ടാ, കർഷകന് 6,000 രൂപ. എന്റെ വീട്ടുകാർക്ക് കിട്ടിയത്. എന്റെ വീട്ടുകാർക്ക് കിട്ടിയത്. വീട്ടുകാർക്കാണോ? ചേട്ടന് 6,000 കിട്ടിയോ? എന്റെ വീട്ടുകാർക്ക് കിട്ടി. ആ, കിട്ടിയെന്ന് പറഞ്ഞു നേരത്തെ. എനിക്ക് കിട്ടിയ തുല്യം ഇത്. അതാണോ? വീട്ടുകാർക്ക് എനിക്ക് കിട്ടിയ അപ്പൊ തുല്യം. ചേട്ടന് കിട്ടിയില്ല. എനിക്ക് വീട്ടുകാർക്ക് കിട്ടിയത്. നേരത്തെ പറഞ്ഞത് ആ, എന്റെ കള്ളമാണോ? വീട്ടിൽ കിട്ടി. ശരി, ശരി. എന്റെ വീട്ടിൽ എനിക്ക് കിട്ടി. ഹലോ, ഇടതുപക്ഷ സ്ഥാനാർത്ഥി പ്രതിനിധിയോടും UDFന്റെ സ്ഥാനാർത്ഥിയോട് ഇവിടുന്ന് നിങ്ങൾ തമ്മിലടിച്ച് ജയിച്ചു പോയാൽ നിങ്ങളുടെ നേതാവ് ആരാന്ന് വ്യക്തമാക്കിയാൽ കൊള്ളാം. അതായത് പ്രേമചന്ദ്രൻ ജയിച്ചു പോയാലും മുകേഷ് ജയിച്ചാലും നിങ്ങളുടെ നേതാവ് രാഹുൽ ഗാന്ധിയാണോ യെച്ചൂരിയാണോ എന്ന് LDFന്റെ പ്രതിനിധി പറയണം. അല്ലെങ്കിൽ ഏറ്റവും ഷാ പറയണം. ആ, ശരി, ശരി. ചോദിച്ചോ. ഉത്തരം ഏറ്റവും ഒടുവിൽ. ഞാൻ അങ്ങോട്ട് വരാം. പറഞ്ഞോ. അതുപോലെ തന്നെ പ്രധാനമന്ത്രിയുടെ ഒരു പദ്ധതിയും കിട്ടിയില്ല എന്ന് പറയാം. ഉജ്ജൽ യോജനയുടെ എനിക്ക് കിട്ടിയതാണ്. ആൻഡ്രോയിഡ് സെറ്റ് ആരുടെ കയ്യിലുണ്ടോ അവർക്ക് എല്ലാവർക്കും വികാസ് ഭാരത് ഈ രാജ്യത്ത് സമ്പർക്ക് എന്ന് പറഞ്ഞ നരേന്ദ്രമോദി ഗവൺമെന്റ് അവസാനം. എത്ര പേർക്ക് അല്ല, ഞങ്ങൾ ലിസ്റ്റ് എടുത്ത് തരാം. ഉജ്ജ്വൽ ഗ്യാസ് യോജന പ്രകാരം ഗ്യാസ് കിട്ടിയോ? ഫ്രീ ആയിട്ട് കിട്ടി. അതുപോലെ ഞങ്ങളില്ലേ ഒരു സംശയം കേക്കൂ ചേച്ചി. 2014 ഒരു സിലിണ്ടറിന് എത്ര രൂപയായിരുന്നു വില? അല്ല അതല്ലല്ലോ ഇവിടുത്തെ വിഷയം അരുൺ സാറേ. ഗ്യാസ് യോജനയല്ലേ? അല്ല ഞങ്ങൾ പറയട്ടെ. ഞങ്ങൾ പറയാൻ അവസരം എന്താ? കിട്ടിയോ ഇല്ലയെന്നല്ലേ ചോദ്യം. പ്രധാനമന്ത്രിയുടെ കിട്ടുന്നുണ്ടോ എന്നാണ് ഇവർ ചോദിച്ചത്. സാധാരണക്കാർക്ക് ഒരു 10 മിനിറ്റ് സമയം തരുവാണെങ്കിൽ നിങ്ങളുടെ ഏത് പഞ്ചായത്താണോ അവിടെ കിട്ടേണ്ട ലിസ്റ്റ് ഞങ്ങൾ എടുത്തു തരാം. കിട്ടിയിട്ടുണ്ട്. ഗുണഭോക്താക്കളുണ്ട്. സംസാരിച്ചോ. പറഞ്ഞോ. അതായത് LDF അധികാരത്തിൽ വരുമ്പോൾ എല്ലാം ശരിയാക്കി തരാമെന്ന് പറഞ്ഞാണ് വന്നത്. ഇവിടെ കർഷകർക്ക് ക്ഷേമനിധി കിട്ടുന്നില്ല, പെൻഷൻ കിട്ടുന്നില്ല. അതേ കണക്ക് തന്നെ 7 മാസം കുടിശ്ശികയുണ്ട്. ലോൺ. അതേ കണക്ക് തന്നെ കെട്ടിട നികുതി കൂട്ടി. അതേ കണക്ക് തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ഹെൽത്ത് ആൻഡ് വെൽനസ് സെൻ്റർ ആയിട്ടുള്ള ഈ കൊല്ലം കോർപ്പറേഷനിൽ 6 സെൻ്ററാണ് അനുവദിച്ചത്. ഡയറക്റ്റ് നാഷണൽ ഹെൽത്ത് മിഷന്റെ കീഴിലാണ് ആ പ്രവർത്തനം വരുന്നത്. പക്ഷേ ഇവിടെ ഫ്ലെക്സ് അടിച്ച് വെച്ചതെല്ലാം പിണറായി വിജയന്റെയും അത് കണക്ക് തന്നെ ഇവിടുത്തെ കോർപ്പറേഷൻ മേയറുടെയും മുകേഷിന്റെയും ഒക്കെയാണ്. ക്രെഡിറ്റ് അടിച്ചു മാറ്റി. ഡയറക്റ്റ് NHAയുടെ നാഷണൽ ഹെൽത്ത് മിഷന്റെ കീഴിൽ വരുന്ന പദ്ധതിയിൽ പോലും നാണവും മാനവും ഇല്ലാതെ ഫ്ലെക്സ് മാത്രം അടിച്ചു നടത്തുന്നു. പറയട്ടെ ഞങ്ങൾക്ക് ഞാനൊരു വയല് പ്രദേശം വയനാട് പഞ്ചായത്തിലെ വയല് പ്രദേശത്ത് താമസിക്കുന്നതാണ്. നിരവധി പ്രാവശ്യം പഞ്ചായത്തിന്റെ കണക്കന്നെ MP-മാരടുത്തും MLA-മാരടുത്തും പോയിട്ട് ഒരു കുടിവെള്ളം കിട്ടാൻ വേണ്ടി യാതൊരു വിധത്തിലുള്ള ഒരു കാര്യങ്ങളും അവർ ചെയ്തു തന്നിട്ടില്ലായിരുന്നു. പക്ഷേ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ജലജീവൻ മിഷൻ പദ്ധതി വഴി എന്റെ വീട്ടിലെന്നല്ല ആ പ്രദേശത്തെ മുഴുവൻ വീട്ടിലെ ആൾക്കാർക്കും കുടിവെള്ളം കിട്ടി. മറ്റൊന്ന് സംശയം. NK പ്രേമചന്ദ്രനെ കുറിച്ച് എന്താ അഭിപ്രായം? ഞാൻ പറഞ്ഞത് പദ്ധതി അഭിപ്രായം പറയാനുള്ള പറയട്ടെ. ചേട്ടൻ ഇങ്ങനെ പറഞ്ഞെന്താ? ചേട്ടൻ പറയാനുള്ള പറയട്ടെ. ജൽജീവൻ പദ്ധതി പ്രേമേന്ദ്രൻ വഴിയാണോ വന്നത്? അതങ്ങനെ വരുന്നത് കേന്ദ്ര സർക്കാർ നരേന്ദ്രമോദി സർക്കാർ MP അങ്ങനെ വരുന്നത് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതി അങ്ങനെ MP വഴി വരുന്നത്. നരേന്ദ്രമോദി സർക്കാർ ഒരു പദ്ധതി നടപ്പിലാക്കുമ്പോ അതങ്ങനെ MP വരുന്നത് എങ്ങനെ വരുന്നത്? നമ്മുടെ MP അല്ല MP വഴിയല്ല. MP വഴിയല്ല. MP വഴി അടുത്ത പദ്ധതി ഞാൻ പറയട്ടെ. ഉജ്ജൽ യോജന വഴി സൗജന്യമായിട്ട് ഗ്യാസ് അടുപ്പം അത് കണക്ക് തന്നെ ഗ്യാസ് സിലിണ്ടർ ലഭിച്ചു. എന്റെ കുടുംബത്തിന് ലഭിച്ചു. പറയട്ടെ പ്രധാനമന്ത്രി കൃഷി സമ്മാൻ നിധി വഴി വർഷം 6000 രൂപ കിട്ടിയില്ല. അവരടുത്ത വർഷം BJP ചേർന്നപ്പം ഇപ്പൊ കിട്ടുന്നുണ്ട്. BJP കാരി ആയതുകൊണ്ട് അവർക്ക് ഇപ്പൊ അത് കിട്ടുന്നുണ്ട്. അല്ല, അങ്ങനെ ഒരു തലതിരിവുണ്ടോ? BJP തലതിരിവുണ്ടോ? അല്ല LDF
അവര് BJP അങ്ങനെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. കർഷകർക്കുള്ള പദ്ധതിക്ക് BJP എന്ന തരംതിരിവിന്റെ ആവശ്യമില്ലല്ലോ. അന്ന് വന്നില്ലല്ലോ പദ്ധതി പിന്നല്ലേ വന്നത്. ഇപ്പൊ LDF-ലാണോ BJP-ലാണോ? ചേച്ചി ഇപ്പൊ എവിടാ? LDF-ലാണോ BJP-ലാണോ? അത് ശരി. അത് അടിപൊളി. പറഞ്ഞോ. ഇവിടെ ആരാ സംസാരിക്കണം? പെട്ടെന്ന് വേണം. ഈ വിഷയത്തിൽ നിന്ന് വിട്ട് വേറൊരു വിഷയം ചോദിക്കാനാ. കാര്യം പുരോഗതിയുടെ കാര്യം പറഞ്ഞ് ചിന്താചറോ, നമ്മൾ കൊല്ലത്തുനിന്ന് ട്രെയിനിൽ എറണാകുളത്തേക്ക് പോകുമ്പോഴേ അഷ്ടമുടിക്കായലിന്റെ നടുക്കെ ഒരു മുറിഞ്ഞ പാലം നിപ്പുണ്ട്. കണ്ടിട്ടുണ്ടോ? ഞാൻ ഒരാഴ്ച 2-3 തവണ എറണാകുളത്ത് പോന്നേ. ഈ മുറിഞ്ഞ പാലം എപ്പോഴും മുറിഞ്ഞ് നിൽക്കുക. ഇവിടുത്തെ MLA-യുടെ വികസനം നടത്തുന്ന കാര്യം ഒന്ന്. രണ്ടാമത്തെ ഒരു കാര്യം കഴിഞ്ഞ രണ്ടാമത്തെ തെരഞ്ഞെടുപ്പിൽ, അതായത് പിണറായി വിജയന്റെ രണ്ടാമത്തെ തെരഞ്ഞെടുപ്പ്, അസംബ്ലിയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഈ ജലകേളി കേന്ദ്രം മുതൽ ഇരവിപുരം വരെ ഉള്ള കൊല്ലം തോട് ശുചിയാക്കി ഗതാഗത യോഗ്യമാക്കി എന്ന് പറഞ്ഞ് മേഴ്സിക്കുട്ടി അമ്മയും ഈ മുകേഷും MLA നൗഷാദും കൂടെ ഇതിലേക്കൂടെ ബോട്ടിൽ കൂടെ ഓടിച്ചു പോയി. ഇപ്പോഴും പണിയെടുക്കുക. കള്ളത്തരങ്ങളാ പറയുന്ന. ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പോഴും പണിയടക്കുന്നേ ഉള്ളു. റോഡ് സർവീസ്. പിന്നെ അടുത്തത് പെട്ടെന്ന് പറയണം. ഇവിടെ ജനങ്ങളെ ബുദ്ധിമുട്ടുക. എല്ലാത്തിനും തീവലയാ. ചുക്കിനും മുളകിന് കൊത്തമ്പാലിന് സർവ്വതിന് വിലയാ. ഇവിടെ ആരാ ചോദിക്കുന്നത്? ഇവിടെ മോഡിയില്ല, പിണറായി വിജയനും ഇല്ല. സാധാരണക്കാര് രണ്ടറ്റങ്ങളൊക്കെ കൂട്ടിമുട്ടിക്കാൻ ബന്ധപ്പെടുകയാണ്. പെൻഷനും ഇല്ല. 7 മാസമായിട്ട് പെൻഷനും ഇല്ല. പിന്നെ അത് തന്നെ സാധനമില്ല. മാവേലി സ്റ്റോറി ഒന്നുമില്ല. ഓടിഞ്ഞ ഷെൽഫ്. എന്താണ് ഭരണം? അതിനും വിലയാ. ആത്മഹത്യ ചെയ്യാൻ പാടില്ല. അത് വേറെ കാര്യം. പറഞ്ഞോ. ചേട്ടാ ഒരു നിമിഷം കൂടി പറഞ്ഞോ. വളരെ പെട്ടെന്ന് എനിക്ക് അതിഥികളിലേക്ക് പോകണം. പറഞ്ഞോ. ഇവിടെ ആദ്യം തന്നെ ആ ചേച്ചി പറഞ്ഞതിന് മറുപടി പറയാം. ചേച്ചി പറയുന്നു ഗ്യാസിന്റെ ഗ്യാസ് യോജന അത് 400 രൂപ. ഇന്ന് 100 രൂപ കുറച്ചു. ഇന്ന് 1000 പെട്രോളിന് 2 രൂപ കുറച്ചു മാത്രം. ഇന്ന് 1000 രൂപയിൽ എത്തി നിൽക്കുമ്പോൾ ചേച്ചിക്ക് അത് ജനങ്ങളുടെ പ്രശ്നമല്ല. ജനങ്ങളുടെ പ്രശ്നമാണ്. ഇന്ത്യയിലെ ജനതയുടെ പ്രശ്നമാണ്. പറയട്ടെ. ഇപ്പോഴേ 6000 രൂപ ഇവിടെ ആർക്കും ലഭിച്ചില്ല എന്ന് പറഞ്ഞു. കിസാൻ ഗ്യാസിന്റെ വിഷയം പറഞ്ഞല്ലോ. ഗ്യാസിന്റെ വില ചോദ്യത്തിന്റെ ആൻസർ ആണ് പറഞ്ഞത്. പറയട്ടെ. ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. അതുപോലെ മോദി ഗ്യാരണ്ടിയുടെ കാലമാണല്ലോ ഇപ്പം. അതെ, തീർച്ചയായിട്ടും നിങ്ങൾ അധികാരങ്ങൾ സ്വന്തമായി പ്രവർത്തിക്കുന്ന പറയട്ടെ. നിങ്ങൾ അധികാരത്തിൽ കയറിയപ്പോൾ 50 രൂപയ്ക്ക് പെട്രോൾ, 2 കോടി തൊഴിൽ, ഇങ്ങനെ നിരവധിയായിട്ടുള്ള വാഗ്ദാനങ്ങൾ പറഞ്ഞ് നിങ്ങൾ അധികാരത്തിൽ കയറിയ. ഇപ്പൊ 2024 അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് നമ്മൾ കടന്നു നിൽക്കുന്ന സമയത്ത് നിങ്ങൾ പറഞ്ഞ പ്രകടന പത്രികയിലുള്ള എത്ര കാര്യങ്ങളാണ് നിങ്ങൾ ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ. 2 രൂപ പെട്രോൾ ഇതെല്ലാം കുറച്ചു. പെൻഷന്റെ പാവപ്പെട്ടവർക്ക് പെൻഷൻ കൊടുക്കാന്ന് പറഞ്ഞാണ് 2 രൂപ ഇവര് കൂട്ടിയത്. ഇപ്പൊ പെൻഷനുമില്ല. 50 പൈസ ഇവര് കുറയ്ക്കാത്ത എന്ത്? അതുപോലെ പെൻഷന്റെ കാര്യം പറഞ്ഞു നിങ്ങൾ. ഇല്ല, ഒരു മിനിറ്റ്. സപ്ലൈക്ക് നല്ല കിട്ടുന്നുണ്ടോ? എല്ലാം കിട്ടുന്നുണ്ട്. എന്താണ് 13 കൂട്ടം സാധനമില്ല. കിട്ടുന്നുണ്ടോ? പോയി മേടിക്കുന്നത് ചേട്ടൻ മാവേലി സ്റ്റോറിലെ. അതുപോലെ ശ്രീമതി ചിന്താ ജെറോം പറഞ്ഞു ഇവിടെ നിർമ്മല സീതാരാമനെ പ്രധാനമന്ത്രിയാക്കണമെന്നും പറഞ്ഞ് പ്രചാരണം നടത്തുന്നു. നിങ്ങൾക്കൊരു വനിതാ മുഖ്യമന്ത്രി ഉണ്ടോ? ത്രിപുരയിൽ 15 വർഷം ഭരിച്ചു. ഗയർ ഗൗരിയെ മുഖ്യമന്ത്രിയാക്കുമെന്ന് പറഞ്ഞ് പറ്റിച്ച് ജയിച്ച പാർട്ടിയാണ് നിങ്ങളുടേത്. നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങാം. ചിന്ത നോക്കൂ. സപ്ലൈകോയിൽ സാധനങ്ങളില്ല. ആരോഗ്യ കേന്ദ്രങ്ങളിൽ ചെന്നാൽ മരുന്നില്ല. പെൻഷൻ 7 മാസമായിട്ട് കുടിശ്ശിക. സാധാരണക്കാരുടെ ജീവിതം പൊറുതി മുട്ടിയിരിക്കുന്ന സാഹചര്യത്തിൽ മുകേഷിന് എന്ത് വിശ്വസിച്ച് വോട്ട് കൊടുക്കും എന്നുള്ളതാണ് ചോദ്യം. സ്ട്രൈറ്റ് ചേച്ചി അങ്ങോട്ട് നോക്കണ്ട. പറഞ്ഞോ. നോക്കി നേരിട്ട് പറഞ്ഞോ. മൈക്ക് അവരുടെ കയ്യിലില്ല. പറഞ്ഞോ ചേച്ചി, ഒരു നിമിഷം പ്ലീസ്. പറഞ്ഞോ. 600 രൂപ UDF പെൻഷൻ നൽകുകയും ആ 600 രൂപ 18 മാസം കുടിശ്ശിക ഇട്ടുകൊണ്ട് ഇറങ്ങിപ്പോവുകയും ചെയ്തിടത്ത് നിന്നോ ഒരു പച്ചക്കളവുമല്ല. രേഖ പഠിച്ചിട്ട് തന്നെ പറയുന്ന ഒരു പച്ചക്കളവുമല്ല. എന്ത് പച്ചക്കളവാ? ലോകത്തിലെ പച്ചക്കള പറയുമോ? എവിടെ 18 ദിവസം PC വിഷ്ണുനാഥ് നിയമസഭയിൽ പൊളിച്ചടിക്കുക. കള്ളം, നാണമില്ല ചിന്ത പറയാൻ.
ബിന്ദു ചേച്ചി ശബ്ദം എടുത്തുകൊണ്ട് കാര്യങ്ങളെ വളച്ചൊടിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് മന്ത്രിമാര് കൊടുത്ത 18 മാസം കുടിശ്ശിക കിടന്നത് വളരെ കൃത്യമായി വർദ്ധിപ്പിച്ച് ജനങ്ങൾക്ക് പെൻഷൻ നൽകുകയും ആദ്യത്തെ 5 വർഷക്കാലം സാധനങ്ങൾക്ക് വർധനവില്ലാതെ വിലവർധനവില്ലാതെ ജനങ്ങൾക്ക് നൽകുകയും വളരെ നല്ല രൂപത്തിൽ ജനങ്ങൾക്ക് പെൻഷൻ വീടുകളിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന തരത്തിലേക്കുള്ള പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ LDF ഗവൺമെന്റ്. അമ്മമാരുടെ മുഖത്തെ പുഞ്ചിരിയുണ്ട്. ആ പുഞ്ചിരിയാണ് ഞങ്ങളുടെ വിശ്വാസം. കേന്ദ്രവിഹിതം തരാത്തത് എന്താണ്? എന്തിനാണ് ഈ കേരളത്തെ ഞെക്കിക്കൊല്ലുന്നത്? കേന്ദ്രവിഹിതം തരാതെ ഞെക്കിക്കൊല്ലുന്നു. മരുന്ന് കമ്പനിക്ക് 75 കോടി രൂപ കൊടുക്കാനുള്ളത് കൊണ്ട് മരുന്ന് കമ്പനിക്ക് കുടിശ്ശിക. മരുന്ന് കമ്പനി ഒരു നിമിഷം പ്രശാന്ത്, മരുന്ന് കമ്പനിക്ക് മാത്രമല്ല റേഷൻ കടയിൽ മസ്റ്ററിംഗ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇന്ന് റിപ്പോർട്ട് ചാനൽ ഉച്ചയ്ക്ക് വന്ന വാർത്തയാണ്. 75 കോടി രൂപ മരുന്നിന്റെ കമ്പനിക്ക് കൊടുക്കാനില്ലാത്തതുകൊണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ 5 ദിവസമായി മരുന്ന് നിർത്തിവെച്ചു. 4 ലക്ഷം കോടി രൂപയാണ് ശരി 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 എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? കേരളം എങ്ങനെ മുന്നോട്ട് പോകും? കേരളത്തിന്റെ മൊത്തം ഉൽപാദനവും കടവും നോക്കുന്ന സമയത്ത് 39% ഉപരോധം കൊണ്ടുവന്ന് കേരളത്തെ ഞെക്കിക്കൊല്ലാൻ വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമം കേന്ദ്രം സ്വീകരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സുപ്രീം കോടതിയുടെ വിധി ഇവിടെ പ്രസക്തമാവുകയാണ്. കേരളം കേസിന് പോകുന്നു. സുപ്രീം കോടതി പറയുന്നു കേരളത്തോട് നിങ്ങൾ കാണിക്കുന്ന സമീപനം ശരിയല്ല. കണക്ക് കൊടുത്താൽ കൃത്യമായി പൈസ തരാൻ കേന്ദ്രം തയ്യാറാണ്. കൊടുക്കുന്ന പൈസയുടെ കണക്ക് കൃത്യമായി തന്നാൽ കൃത്യമായി പൈസ കൊടുക്കാൻ കേന്ദ്രം തയ്യാറാണ്. പ്രശാന്ത്, എനിക്ക് പ്രശാന്തിനോടും ചിന്തയോടും ഒരു ചോദ്യമുണ്ട്. ചിന്തയോടുള്ള ചോദ്യം ഇതാണ്. ഒരു നിമിഷം സാർ, 57,000 കോടി രൂപയെന്ന് KN ബാലഗോപാൽ പറഞ്ഞത് സുപ്രീം കോടതിയിൽ നിങ്ങൾ പറയാഞ്ഞത് എന്താണ്? സുപ്രീം കോടതിയിൽ കൃത്യമായി നമ്മൾ വിവരങ്ങൾ 3608 കോടിയും പിന്നെ 11,000. ആ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അവിടെ വായ്പയുടെ കാര്യം മാത്രമേ ഉള്ളൂ ചിന്ത. വ്യക്തമായി കേരളത്തിന്റെ ധനകാര്യമന്ത്രി ജനങ്ങളോട് വിശദീകരിച്ചിട്ടുണ്ട്. നിങ്ങൾ കോടതിയിൽ പറഞ്ഞത് 24,000 കോടി കൂടി വായ്പ എടുക്കാൻ അനുവദിക്കണമെന്ന് മാത്രമാണ്. 57,000 കോടിയെ കുറിച്ച് വേണ്ടിയിട്ടില്ല. മാത്രമല്ല നമുക്ക് ലഭിക്കേണ്ട വിഹിതം അത് പറഞ്ഞില്ല കോടതിയിൽ. അത് കോടതിയിൽ പറഞ്ഞില്ല. കേന്ദ്ര വിഹിതം തരണമെങ്കിൽ കൃത്യമായി കണക്ക് കൊടുക്കാൻ തയ്യാറാകണം. താങ്കളോട് ചോദ്യമുണ്ട്. ആ ചോദ്യം ഇതാ, 13,608 കോടി രൂപ കേരളത്തിന് അർഹതപ്പെട്ട വിഹിതം എന്തുകൊണ്ടാണ് നിങ്ങൾ നേരത്തെ കൊടുക്കാതിരുന്നത്? കേന്ദ്രം വളരെ കൃത്യമായി ആ കണക്കിനെ സംബന്ധിച്ച് കോടതിയിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനൊന്നും അല്ല. സുപ്രീം കോടതി കേസ് പോയതിനു ശേഷം കേൾക്കൂ, സുപ്രീം കോടതിയിൽ കേസ് പോയതിനു ശേഷമാണ് 13,608 കൊടുക്കാൻ തീരുമാനിച്ചത്. അപ്പൊ ഒരു കാര്യം, കടക്കണിയിലേക്ക് പോകുന്നു. ഒരു നിമിഷം സാർ, പോകാൻ കഴിയില്ല കേരളത്തിന്. ആ നിലയിലേക്ക് ഈ കേരളം കൂപ്പുകുത്തുന്നു. കേന്ദ്രത്തിന് 205 കോടിയാണ്. കേന്ദ്രം 205 ലക്ഷം. സൂചനയാണ്. വലിയ വികാരം കേരളം തകരണമെന്നാണ് BJP ആഗ്രഹിക്കുന്നത്. കേരളം തകരണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കില്ല. കേരളം വളരണം. അതിന് കേരളത്തിൽ വരണം. BJP നേതൃത്വം കൊടുക്കുന്ന ഒരു മന്ത്രിസഭ കേരളത്തിൽ വരണം. എന്നാൽ കേരളം വളരും. രാജ്യത്തെ ഭൂരിഭാഗം സംസ്ഥാനങ്ങളും ഭരിക്കുന്ന BJP. ഒരു നിമിഷം ബിന്ദു കൃഷ്ണ, കേന്ദ്രം കേരളത്തെ ഞെരുക്കുന്നു എന്നൊരു അഭിപ്രായം നിങ്ങൾക്കുണ്ടോ? കേന്ദ്രത്തിന്റെ എന്റെ അഭിപ്രായം പറയാം മോളെ, നീ ആരടി? പറഞ്ഞോ ധൈര്യമായിട്ട് പറഞ്ഞോ. എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞോ. ഗാലറിയിലോട്ട് നോക്കണ്ട, നേരിട്ട് സ്ട്രേറ്റ് പറഞ്ഞോ. വിളിക്കാവോ ഡോക്ടർ അരുൺ? പറഞ്ഞോ. കേന്ദ്രം കേരളത്തെ ഞെരുക്കുന്നു എന്നൊരു അഭിപ്രായമുണ്ടോ? രണ്ട് പേരുടെയും കാര്യത്തിൽ ഗുരുതരമായ തെറ്റുണ്ട്. കേരള സംസ്ഥാനം പാവപ്പെട്ട നമ്മുടെ സാധാരണ, ഞാൻ അടക്കമുള്ള സാധാരണക്കാരോട് മുണ്ടി മുറുക്കി എടുക്കാൻ പറഞ്ഞിട്ട് കോടികളുടെ ദൂർത്ത് നടത്തുന്നു. പിണറായി വിജയന്റെ വീട്ടിൽ ലിഫ്റ്റ് വെക്കാൻ 28 ലക്ഷം, പിണറായി വിജയന്റെ കന്നുകാലിക്ക് സംഗീതം കേൾക്കാൻ ലക്ഷങ്ങള്, അവിടുത്തെ തൊഴുത്ത് പണിയാൻ 48 ലക്ഷം ലക്ഷങ്ങൾ. സർക്കാർ ഉത്തരവാ. കേന്ദ്ര സർക്കാർ അദാനിക്കും അംബാനിക്കും വേണ്ടി ഭരിക്കുന്നു. ഉള്ള കാര്യല്ലേ മോളെ പറയുന്നത്? ഈ വിവരങ്ങൾ എവിടുന്നാ കിട്ടുന്നത്? കന്നുകാലിക്ക് പാട്ടൊന്നുമില്ല. പറയുന്ന കാര്യമാണ് കേരളത്തിൽ നടക്കുന്നത്. കന്നുകാലിക്ക് പാട്ട് വെച്ചു എന്നൊക്കെ പറയുന്നത് വെറുതെ. അത് വിട്. ചാനലല്ലേ ഈ ചാനലിൽ ബിന്ദു കൃഷ്ണ പറയുന്ന കാര്യങ്ങളൊക്കെ തെളിയിക്കാനുള്ള ധൈര്യമുണ്ടോ എന്ന് ബിന്ദു കൃഷ്ണ
നടത്തില്ല. ഞാൻ ജനിച്ചെന്ന് ഞാൻ വിദ്യാർത്ഥി സംഘടന രാഷ്ട്രീയം നടത്തി SFI നിന്ന് ഫാത്തിമ കോളേജിൽ പഠിച്ച് ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. ഈ കൊല്ലം ബീച്ചിൽ തന്നെ നിൽക്കാം. ഞാൻ ഞങ്ങളെല്ലാവരും ഇവിടെ തന്നെ ആ പേര് വിദ്യാർത്ഥി സംഘടനയുടെ മാത്രം പ്രായമുള്ള 3 ദിവസം ഒരു സമയം ഒരാൾ ശരി മറുപടി ഉണ്ടോ? പൂക്കോട് സിദ്ധാർത്ഥന്റെ മരണം തെരഞ്ഞെടുപ്പിൽ വിഷയമായാൽ അത് LDF തിരിച്ചടിയല്ലേ എന്നതാണ് ചോദ്യം. മറുപടി. ഒരു മിനിറ്റ് ഡോക്ടർ അരുൺ, അവർക്ക് രണ്ടുപേർക്കും അവസരം കൊടുത്തു. ശ്രീ മുകേഷിന്റെ വികസന നേട്ടങ്ങളെ കുറിച്ച് ചിന്ത പറഞ്ഞു, അതിനൊരു മറുപടി ഒരു അവസരം തരണം. അദ്ദേഹം പറഞ്ഞു 1748 കോടി രൂപയുടെ വികസനമാണ് കൊല്ലം മണ്ഡലം 1748 എന്ന് വല്ല അലങ്കാരം ഒക്കെ വെച്ച് കിടക്കുന്നത്. എവിടാന്ന് കൊല്ലത്തേക്കുന്ന ആരെങ്കിലും പോലെ ചിന്ത വിളിച്ചുകൊണ്ട് കൊല്ലം നിയോജകത്തിൽ ഒരു സ്ഥലത്തും എനിക്ക് പോണ്ട. ഗൂഗിൾ മാപ്പ് ഇല്ലാതെ കൊല്ലം നിയോജകത്തിലെ മുക്കിലും മൂലയിലും എല്ലാ ദിവസം പോകുന്ന ആളാണ് ഞാൻ. നിങ്ങളുടെ മുകേഷ് ഗൂഗിൾ ഇട്ടല്ലാതെ പോകാൻ പറ്റുമെങ്കിൽ ഗൂഗിൾ മാപ്പ് ഇട്ടാണോ മുകേഷ് കൊല്ലത്തൂടെ പോകുന്നതാണ് ചോദ്യം. എല്ലാ ദിവസം പോകുന്ന ആളാണ് മുകേഷ് കൊല്ലംകാരനല്ലേ? മുകേഷ് കൊല്ലംകാരനല്ലേ? പറഞ്ഞിട്ട് കാര്യമില്ല. ഗൂഗിൾ മാപ്പ് അതുകൊണ്ടാണ് മണ്ഡലത്തിൽ വരാറില്ലല്ലോ. ശരി പറഞ്ഞോ, വികസനം പറഞ്ഞോ. വികസനത്തെ കാര്യത്തിൽ ഈ താങ്കളൊന്ന് പരിശോധിക്കണം. ഞാൻ ചിന്താന്ന് തന്നെ പറഞ്ഞു 436.15 കോടി 4 ആഴ്ച മുമ്പ് പ്രഖ്യാപിച്ചു കേട്ടോ. സംശയം എടുത്ത് വായിച്ചു നോക്ക്. 144 കോടി രൂപ ഒരാഴ്ച മുമ്പ് പ്രഖ്യാപിച്ചു. ഞാൻ ഇത് കൃത്യമായിട്ട് പറയുന്ന കാര്യം, ഈ തെരഞ്ഞെടുപ്പ് അടുത്ത് പുള്ളിയാണ് പാർലമെന്റ് സ്ഥാനാർത്ഥി എന്ന് അറിഞ്ഞപ്പം കുറച്ച് ഉദ്ഘാടനമായിട്ട് വന്നു. ഈ ഉടായ്പ ഉദ്ഘാടനമായിട്ട് പറയുമ്പോൾ നമുക്ക് വെറുതെ ഇരിക്കാൻ പറ്റുമോ? കള്ളാണ് അന്യായം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പോയി സമരം ചെയ്യും, എല്ലാ ദിവസവും സമരം ചെയ്യും. അതുകൊണ്ടാണ് കൃത്യമായിട്ട് ഇത്ര പറയുന്നത്. ഇതിനകത്ത് പ്രേമചന്ദ്രൻ എംപിയുടെ വല്ല അക്കൗണ്ടിലുള്ളതുണ്ടോ എന്ന് ഞങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുക. ഈ കള്ള വികസനം അല്ലാതെ എവിടെ അഷ്ടമുടി മുക്ക് പെരുമൺ റോഡ് യാഥാർത്ഥ്യമാക്കില്ല. എന്തെല്ലാം ആ സമരം റോഡ് നന്നാക്കാതിരുന്നപ്പം ഒരു പാവപ്പെട്ട കുട്ടി അദ്ദേഹത്തെ വിളിച്ചു, ഏതാണ്ടൊക്കെ വിളിച്ച് പറഞ്ഞു MLA. എന്നിട്ട് പിന്നെ പറഞ്ഞു ആ ബിന്ദുകൃഷ്ണ പറഞ്ഞു വിട്ടായിരിക്കും നിന്നെ എന്ന് ഡയലോഗ് പറഞ്ഞു. പിന്നെ ഒരു കാര്യം പറയാം, പിന്നെ മുകേഷ് ഞാൻ തരാം. അടുത്തൊരു കാര്യം ഞാൻ ഈ കൊല്ലത്തിന്റെ പാർലമെന്റ് മണ്ഡലത്തിലെ പൊതുജന സമക്ഷം ഞാൻ ഒരു കാര്യം ഉറപ്പ് പറയുന്നു. ശ്രീ പ്രേമചന്ദ്രൻ MPയെ ഇവിടുത്തെ ജനതയല്ല ആര് വിളിച്ചാലും ഏത് രാത്രി വിളിച്ചാലും കൃത്യമായ ഇടപെടൽ ഉണ്ടാകും. അതേസമയം മുകേഷിനെ വിളിച്ചാൽ ഡിക്ഷണറിയിൽ ഇല്ലാത്ത പദങ്ങൾ ചിലർ കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. ഒരു സംശയം, ഇപ്പം BJPക്ക് വേണ്ടി ആരെ വിളിക്കും? MP ആയിട്ട് BJPയുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും. കേരളത്തിൽ BJP ഗവൺമെന്റ് നടപ്പിലാക്കി 65,000 കോടി രൂപയുടെ നാഷണൽ ഹൈവേയുടെ പ്രവർത്തനം 100% കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾ കൊല്ലം ജില്ലയിലെ പാരിപ്പള്ളി കടമ്പാട്ടുകോണത്ത് നിന്ന് ഓച്ചിറ അവസാനിക്കുന്ന 62 കിലോമീറ്റർ ദൈർഘ്യമുള്ള നാഷണൽ ഹൈവേ 6 വരിപ്പാതയാക്കുന്നു. 2,696 കോടി രൂപ കൊല്ലം ജില്ലയ്ക്ക് 100% ഫണ്ട് കേന്ദ്ര ഫണ്ട്. 1 രൂപയെങ്കിലും സംസ്ഥാനങ്ങളുടെ ഫണ്ട് ഉണ്ട് എന്ന് പറയുകയാണെങ്കിൽ പരസ്യമായി ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ വെല്ലുവിളിക്കുന്നു. 100% കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് നാഷണൽ ഹൈവേയുടെ 6 വരിപ്പാതയുടെ വികസനം നടത്തുന്നത്. പരസ്യമായ ഞങ്ങൾ തയ്യാറാണ്. ഈ രാഷ്ട്രീയ പാർട്ടികളോട് MPയുടെ പങ്കെന്താണ്? MPക്ക് ഒരു വർഷം 5 കോടി രൂപയാണ്. ഒരു MPക്ക് 5 കോടി രൂപ എന്നുള്ള നിലയിലാണ് MPക്ക് 5 വർഷക്കാലം 25 കോടി. കോവിഡ് വന്നതിന് ശേഷം 17 കോടി രൂപ. ആ 17 കോടി രൂപ കിട്ടുന്ന NK പ്രേമചന്ദ്രന് ഇത്രയും കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ എങ്ങനെ നടത്താൻ കഴിയും? മന്ത്രിമാരുടെ ഓഫീസിൽ പോയി നിവേദനം കൊടുത്ത് മണ്ഡലത്തിന്റെ ആവശ്യങ്ങൾ വാങ്ങിയെടുക്കാൻ കഴിവുള്ള ജനപ്രതിനിധികൾക്ക് അത് കഴിയും. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള 6 വരി പാതകൾ എന്ത് അവകാശപ്പെടുവാനുണ്ട്? വർഷക്കാലം ഇവിടെ ഭരിച്ച UPA ഗവൺമെന്റ്. ഒറ്റ കാര്യം ഈ 11 മണിക്ക് ശേഷം കൊല്ലത്തെ MLA വിളിച്ച പലതും കേൾക്കേണ്ടി വരുമെന്ന് ഇവിടെ ബിന്ദു ചേച്ചി പറഞ്ഞു. ഈ
കേരളത്തിലെ ചാനലിനെ മൊത്തവും വിളിച്ച് നിരത്തിരുത്തി കേരളത്തിലെ KPCC പ്രസിഡന്റ് കേരളത്തിന്റെ ആരാധ്യനായ പ്രതിപക്ഷ നേതാവിനെ വിളിച്ചതിന് അപ്പുറത്തേക്ക് ഒരു വിളിയും കൊല്ലത്ത് MLA വിളിക്കത്തില്ല. കൊല്ലത്ത് MLA അങ്ങനെ വിളിക്കത്തില്ല. ഇവിടെ LDF-ന്റെ പ്രതിനിധി ഇവിടെ പറഞ്ഞു മുകേഷ് MLA കൊല്ലത്ത് നടത്തിയ വികസനത്തെ പറഞ്ഞു. കൊല്ലം ജില്ലാ ആശുപത്രിയിലെ നെഞ്ചുവേദനയായിട്ട് വൈകിട്ട് 6 മണിക്ക് ശേഷം ഒരാൾ പോയി കഴിഞ്ഞാൽ നേരെ മെഡിക്കൽ കോളേജിലേക്കാണ് എഴുതുന്നത്. അവിടെ പാരസിറ്റാമോൾ ഇൻഫ്യൂഷനോ ഡൈക്ലോഫിനാക്കിന്റെ ഇഞ്ചക്ഷനോ IV സെറ്റ് പോലും ഇല്ലാത്ത അവസ്ഥയാണ് ഉള്ളത്. കൊല്ലം കോർപ്പറേഷനിൽ 3 ആംബുലൻസ് ഉണ്ട്. വൈകിട്ട് 6 മണിക്ക് ശേഷം ഈ പാവപ്പെട്ട രോഗികൾക്ക് ഈ ആംബുലൻസ് വിട്ടുകൊടുക്കത്തില്ല. പിന്നെ എന്തിനു വേണ്ടിയാണ് ഈ ആംബുലൻസ് അവിടെ കൊല്ലം കോർപ്പറേഷന് കെട്ടിയിട്ടിരിക്കുന്നത്? എവിടുന്ന് കിട്ടിയ വിവരമായി? ആശുപത്രി കേരളത്തിന്റെ ആരോഗ്യ വകുപ്പ് മന്ത്രി കൊല്ലം ജില്ലാ ആശുപത്രി സന്ദർശനത്തിലെത്തിയപ്പോൾ ഞാൻ ബഹുമാനപ്പെട്ട ആരോഗ്യ വകുപ്പ് മന്ത്രിയുടെ മുമ്പിൽ പരാതിയുമായി ചെന്നതാണ്. ആ സമയത്ത് അവിടെ ഡൈക്ലോഫിനാക്കിൻ ഇഞ്ചക്ഷൻ ഇല്ലായിരുന്നു, IV സെറ്റ് ഇല്ലായിരുന്നു, പാരസിറ്റാമോൾ പൊടിയടിക്കുന്നു, തൂക്കുന്നു, തുടയ്ക്കുന്നു, പെയിന്റ് ചുരണ്ടി ഇളക്കുന്നു, പെയിന്റ് അടിക്കുന്നു, ബെഡുകളിൽ പുതിയ ബെഡ്ഷീറ്റ് വിരിക്കുന്നു. ഇതൊന്നുമല്ല ആരോഗ്യ മേഖലയുടെ വികസനത്തിൽ ഈ കാര്യത്തിലേക്ക് അദ്ദേഹത്തെ കൊല്ലത്ത് രാഷ്ട്രീയ സംവാദം പൊടിപൊടിക്കുകയാണ്, ചൂടേറുന്നു എന്നർത്ഥം. നമുക്ക് ചില പ്രതികരണം കൂടെ കേട്ടിട്ടുണ്ട്. അമ്മ എന്താ അഭിപ്രായം? സംസാരിക്കുന്നില്ല. പറഞ്ഞോ. നമ്മുടെ പിണറായി വിജയൻ ദുബായി പോയിട്ട് ഒരു പ്രവാസികളുടെ അടുത്ത് ഒരു വാഗ്ദാനമൊക്കെ കൊടുത്തിട്ട് ഇവിടെ തിരിച്ചു വന്നായിരുന്നു. നിങ്ങൾ ജോലി നഷ്ടപ്പെട്ടിട്ട് ഇവിടെ വരുമ്പോൾ ഞങ്ങൾ അക്കൗണ്ടിലേക്ക് തള്ളി മറിക്കുന്നു. ആർക്കെങ്കിലും തള്ളി മറിച്ച് കിട്ടിയിട്ടുണ്ടോ എന്നൊരു വാക്ക് പറയണം. അതിന് മറുപടിയും പറയണം. രണ്ടാമതൊരു ഒരു കാര്യം നമുക്ക് ചോദിച്ചിട്ട് വരാം. UDF കോൺഗ്രസ് പറഞ്ഞോ, ആരാ ഇവിടെ? ഇവിടെ ഈ പരിപാടി നടക്കുന്നതിന് 100 മീറ്റർ അകലെയാണ് ഈ വെടിക്കുന്ന് എന്ന് പറയുന്ന പ്രദേശം. മുണ്ടയ്ക്കല് ഈ പ്രദേശത്തെ വീടുകൾ കടലെടുത്ത് കഴിഞ്ഞ 2-3 മാസങ്ങളായി പെട്ടെന്ന് യാതൊരു ഇതുമില്ലാതെ കടലെടുത്ത് വീടുകളെല്ലാം പോവുകയാണ്. 10-30 വീടുകൾ അവിടെ നിന്ന് പോയി, അവിടെ നിന്ന് എറൈസായി പോയി. ഇതിനെ ഒരു നടപടി എടുക്കാൻ കേന്ദ്രത്തിനോ സംസ്ഥാന ഗവൺമെന്റിനോ കഴിയുന്നില്ല. ഇതൊരു ഒരു വിഷയം. രണ്ടാമത്തെ വിഷയം ഞാൻ പറയുകയാണെങ്കിൽ കൊല്ലം നഗരത്തിൽ മറ്റ് നഗരങ്ങളെ അപേക്ഷിച്ച് എവിടെയാണ് വികസനം? കൊല്ലം നഗരത്തിൽ നല്ലൊരു റോഡുണ്ടോ? കഴിഞ്ഞ ഒരു 15-20 വർഷം മുമ്പ് വികസനം നടന്ന റോഡുകളല്ലാതെ ഒറ്റ റോഡുകൾ കൊല്ലം നഗരത്തിൽ വീതി കൂട്ടുകയോ സ്ഥലം ഏറ്റെടുക്കുകയോ ചെയ്തില്ല. ഈ ഇലക്ഷൻ വന്നപ്പം MP ആണോ ചെയ്യേണ്ടത്, MLA ആണോ ചെയ്യേണ്ടത്? MLA ആണ് ചെയ്യേണ്ടത്. സംസ്ഥാന ഗവൺമെന്റ് ഫണ്ട് കൊടുത്തിട്ട് ഇവിടെ വികസനത്തിന് റോഡ് വന്നില്ല. ഇപ്പൊ MLA ഒരു ലിസ്റ്റ് കൊണ്ട് വന്നിട്ടുണ്ട്. 1748. ഇത് നടക്കേണ്ട സാധനമാണ്. ഇതിന് ഭരണാനുമതി കണ്ട് കിട്ടിയിട്ടേ ഉള്ളൂ. ഇതിന് ഫണ്ട് അനുവദിച്ചിട്ടില്ല. ഇതിന്റെ DPR വന്നിട്ടില്ല. പെട്ടെന്ന് ഈ രണ്ട് മുന്നണിയോട് ഒരു കാര്യം ചോദിക്കുക. കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് രണ്ടുപേരും മാറി വരിക്കുന്നു. ഈ കേരളത്തിലെ അവസ്ഥ കൊല്ലം ജില്ലയെ സംബന്ധിച്ചോളം പറയുകയാണെങ്കിൽ കാഷ്യൂ മേഖല, അത് കണക്കിന് പരവൂർ മേഖല, ആ ചാത്തന്നൂർ മേഖല എന്നൊക്കെ കയർ മേഖലകൾ, ഈ രണ്ടുപേരും മാറി ഭരിച്ചിട്ട് ഇവിടുത്തെ വ്യവസായങ്ങൾ മുഴുവനും ഇവിടുന്ന് ഒരു 14 കിലോമീറ്റർ അപ്പുറത്തോട്ട് മാറിയാൽ ചിന്തോ ജെറോമിൻ്റെ ഏകദേശം പ്രദേശമാണ്, ശവപ്പറമ്പാണ്, ഇൻഡസ്ട്രികളുടെ ശവപ്പറമ്പായി മാറിയിരിക്കുകയാണ്. ഇതിനൊരു പരിഹാരം കാണാൻ ഇത്രയും കാലം കഴിഞ്ഞിട്ടില്ല. ഇനി നിങ്ങൾ ഇവിടെ ജയിച്ചു പോയാൽ ഇനി നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നത്? ഒരു വികസനം നിങ്ങൾക്ക് നടത്താൻ കഴിഞ്ഞിട്ടില്ല. ഇവിടെ മുകേഷ് MLA കഴിഞ്ഞ 8 വർഷക്കാലമായി കൊല്ലത്ത് ഭരിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കൊല്ലം കോടതിയിൽ ബോംബ് പൊട്ടി, അന്ന് മുകേഷിനെ കണ്ടില്ല. ഇവിടെ വേലിയേറ്റം ഉണ്ടായി, മുകേഷിനെ കണ്ടില്ല. അതുപോലെ തന്നെ ഇവിടെ കോവിഡ് വന്നു, മുകേഷിനെ കണ്ടില്ല. പ്രളയം വന്നു, മുകേഷിനെ കണ്ടില്ല. ഞാൻ ഇവിടെ CPM പ്രതിനിധിയോട് ഞാൻ വേറെ രാഷ്ട്രീയകാര്യം ചർച്ച ചെയ്യുന്നില്ല, വെല്ലുവിളിച്ചുകൊണ്ട് ചോദിക്കുന്നു, ഈ തെരഞ്ഞെടുപ്പിൽ മുകേഷ് കഴിഞ്ഞ തവണ നിങ്ങളുടെ ജില്ലാ സെക്രട്ടറി ബാലഗോപാൽ സഖാവിനെക്കാട്ടെ ഒരോട്ട് 1.5 ലക്ഷത്തിന് മേളിൽ തോക്കുമെന്ന് ഞങ്ങൾ പറയുന്നു. അതിന് ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ തയ്യാറുണ്ടോ? ഏറ്റെടുത്താൽ മുകേഷ് രാജിവെക്കാൻ തയ്യാറുണ്ടോ? BJP. സാറേ, കൊല്ലം നഗരത്തിലെ കല്ലുപാലം എന്ന് പറഞ്ഞ പാലം പണിക്ക്
ആകെ 16 മീറ്റർ പാലോ അത് പൂർത്തീകരിച്ചത് 4 വർഷം കൊണ്ടാ. ഈ ആ മുകേഷ് എങ്ങനെ ലോക്സഭയിൽ ജയിച്ചു എന്തോ വികസനം നടപ്പാക്കും? BJP പ്രതിനിധിയോടാണ്. ഈ കഴിഞ്ഞ 9-10 വർഷം ഭരിച്ചല്ലോ, സാധാരണക്കാരൻ്റെ ഒരു പ്രശ്നവും ഇവർ കണ്ടിട്ടില്ല. 50 രൂപയ്ക്ക് പെട്രോൾ തരുമെന്ന് പറഞ്ഞ് ഇപ്പോൾ ഇലക്ഷൻ ട്രെൻഡ് അനുസരിച്ച് 2 രൂപ കുറച്ച് 20 രൂപ കൂട്ടാൻ നിൽക്കുകയാണ്. ഇത് ഇലക്ഷൻ കഴിഞ്ഞെന്ന് പറഞ്ഞാൽ 20 രൂപ കൂട്ടും. അത് ഒന്ന്. രണ്ടാമത് വന്നിട്ട് CA ഇപ്പം CA പൊടി തട്ടി തൂത്തെടുത്തോണ്ട് വരികയാണ്. 4 വർഷത്തിന് ശേഷം പാർലമെന്റ് പാസ്സാക്കി 4 വർഷത്തിന് ശേഷം വീണ്ടും പൊടി തട്ടി എടുത്തോണ്ട് വന്ന്. അയോധ്യ ക്ഷേത്രം ഉദ്ഘാടനം ചെയ്തത് പ്രധാനമന്ത്രി, പാർലമെന്റ് ഉദ്ഘാടനം ചെയ്തത് സ്വാമി. ആ രീതിയിലേക്ക് മാറിയിരിക്കുകയാണ്. ഈ ഇന്ത്യൻ മതേതരത്വം എവിടെ പോയി? എവിടാണ് ഇന്ത്യൻ മതേതരത്വത്തിന് ഇവർ അംഗീകരിക്കുന്നത്? ഇപ്പോൾ ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് നേതാക്കൾ എല്ലാവരും BJP-യിലേക്ക് പോകുന്ന ഒരു ട്രെൻഡാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്, BJP-യിലോട്ട് പോകുന്നത്. അപ്പോൾ എന്റെ ചോദ്യം കോൺഗ്രസ് പ്രതിനിധിയോടാണ്. അതായത് ഈ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ, മുൻ മുഖ്യമന്ത്രി കരുണാകരന്റെ മകൾ ഈ പറയുന്ന കോൺഗ്രസിൽ നിന്ന് പത്മജ BJP-യിലോട്ട് ചേക്കേറിയപ്പോൾ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പദം ഉപയോഗിക്കുകയുണ്ടായി. ആ പദപ്രയോഗത്തിലൂടെ നിങ്ങൾ എന്താണ് അർത്ഥമാക്കുന്നത്? ആ ഒരു പ്രയോഗത്തിൽ ഈ പറയുന്ന ബിന്ദു ചേച്ചി അതിനെ അംഗീകരിക്കുന്നുണ്ടോ? ഒരു സ്ത്രീ എന്ന നിലയിൽ ഒരു സ്ത്രീനെ മറ്റൊരു സ്ത്രീനെ വളരെ മോശമായിട്ട് സംസാരിച്ചപ്പോൾ അതിനെ എന്തുകൊണ്ട് മൗനം പാലിക്കുകയുണ്ടായി? ഒരു ചോദ്യം. ഇവിടെ ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് ഇവിടെ അവകാശത്തിന് തർക്കമെല്ലാം നടന്നു. നമുക്കറിയാം ദേശീയപാത 66 വിജയകരമായി അതിന്റെ പണി നടക്കുന്നത്. കേരളത്തിലെ ഗവൺമെന്റ് 5600 കോടി രൂപ കേന്ദ്ര സർക്കാരിന് നൽകിയതിന്റെ ഭാഗമായിട്ടാണ് നടക്കുന്നത്. കൊല്ലം ജില്ലയിലൂടെ കടന്നു പോകുന്ന ഏക ദേശീയപാതയല്ല NH66. ഇത് കൂടാതെ 2 ദേശീയപാത കൂടി കൊല്ലം ജില്ലയിലൂടെ ഈ മണ്ഡലത്തിലൂടെ കടന്നു പോകുന്നുണ്ട്. ആ ദേശീയപാത പരിശോധിച്ചാൽ കൊല്ലം ജില്ലക്കാരനായ അരുൺകുമാറിന് കൃത്യമായിട്ട് അറിയാം, ചില സ്ഥലങ്ങളിൽ പഞ്ചായത്ത് റോഡിന്റെ പോലും വീതി ഇല്ലാത്ത 2 ദേശീയപാത ഈ കൊല്ലം ജില്ലയിലൂടെ കടന്നു പോകുന്നത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ കൊല്ലത്തെ MP-ക്കോ കേന്ദ്ര സർക്കാരിനോ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് കൃത്യമായി പറയണം. പ്രധാനപ്പെട്ട ചോദ്യമാണ്. ആ ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് ഇനി ആര് ശബ്ദം വെക്കുന്നത് ഇവർ മറുപടി പറയും. ഈ ചോദ്യങ്ങൾക്ക് ആദ്യം ചിന്തയിൽ നിന്ന് തുടങ്ങാം. മുകേഷിനെ കണ്ടു കിട്ടാനില്ലായിരുന്നു പല ഘട്ടങ്ങളിലും. ആ മുകേഷ് എങ്ങനെയാണ് പാർലമെന്റിൽ പോവുക എന്നതാണ് ചോദ്യം. ആദ്യ തവണയല്ല MLA ആയത്, 2ാം തവണയാണ് MLA ആയത്. 2ാം തവണ തോൽപ്പിച്ചത് ബിന്ദു കൃഷ്ണയാണ്. കാരണം മുകേഷിനെ കണ്ടുകിട്ടിയില്ലെങ്കിൽ 2ാം തവണയും കൊല്ലത്തെ ജനങ്ങൾ വിജയത്തിന്റെ മുന്നോടിയാ മക്കളെ. അതുകൊണ്ട് മുകേഷ് ജയിച്ചു പോകേണ്ടതുണ്ട്. എന്താണ് കാരണം? ഒറ്റ കാരണം, മുകേഷിനെ കണ്ടുകിട്ടുന്നില്ല എന്നുള്ള ആരോപണം, കുപ്രചരണം ഇവർ തുടങ്ങിയത് ആദ്യഘട്ട MLA ആയിട്ടാണ്. എന്നിട്ട് 2ാം തവണയും മുകേഷിനെ കൊല്ലത്തെ ജനങ്ങൾ ജയിപ്പിച്ചെങ്കിൽ അതിന്റെ അർത്ഥം ജനങ്ങളുടെ മനസ്സിൽ മുകേഷ് ഉണ്ട് എന്നുള്ളത്. ഈ ചോദ്യത്തിന് പറ്റുമെങ്കിലും മറുപടി, അല്ലെങ്കിൽ എന്തുകൊണ്ട് പ്രേമചന്ദ്രൻ ജയിക്കണം? 30 സെക്കൻഡ്. ഈ രാഷ്ട്രീയം പറയേണ്ട സ്ഥലത്ത്, ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങൾ പറയേണ്ട സമയത്ത് അത് പറയാതെ വിവാദങ്ങൾ അനാവശ്യങ്ങൾ പറയുന്നതിനോട് യോജിപ്പില്ല. ഒന്നാമത്തെ കാര്യം അവരെ കേൾക്കുന്നില്ല, ഓഡിയൻസ് തൊഴിലില്ലായ്മ. കേരളത്തിലെ ലക്ഷക്കണക്കിന് ചെറുപ്പക്കാർക്ക് തൊഴിൽ കൊടുക്കാതെ PSC-യെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് പിൻവാതിൽ നിയമനം നടത്തുന്ന പിണറായി വിജയനെതിരായിട്ട് ശക്തമായ വിധിയെഴുത്ത് വേണം. വർഷം 2 കോടി തൊഴിലവസരങ്ങൾ ചെറുപ്പക്കാർക്ക് തരുമെന്ന് പറഞ്ഞ് പറ്റിച്ച നരേന്ദ്രമോദിക്കെതിരായി വിധിയെഴുത്തുണ്ടാകണം. ഈ 2 വിലക്കയറ്റം കൊണ്ട് ജനങ്ങളെ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം ഒരുക്കുന്ന ഇരു സർക്കാരുകൾക്കുമെതിരായുള്ള ജനവിധിയാകണം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് മതേതരത്വം സംരക്ഷിക്കാനുള്ള തെരഞ്ഞെടുപ്പാകണം. ശ്രീ NK പ്രേമചന്ദ്രൻ വിജയിക്കണം. ഒറ്റ കാര്യം കൂടി, ഈ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ PSC വഴി തൊഴിൽ കൊടുത്തത് ഏത് സംസ്ഥാനമോ? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കേരളം. അഭ്യസ്തവിദ്യരുണ്ടെങ്കിൽ നല്ല വിദ്യാഭ്യാസം വേണ്ടേ? നല്ല അഭ്യസ്തവിദ്യരും ഉണ്ടാവണമെങ്കിൽ വിദ്യാഭ്യാസം വേണ്ടേ? ആ വിദ്യാഭ്യാസം കിട്ടിയവർക്ക് തൊഴിൽ കിട്ടണ്ടേ? തൊഴിൽ കൊടുക്കാതെ മന്ത്രിമാരുടെ മക്കൾക്കും ബന്ധുക്കൾക്കും പാർട്ടി നേതാക്കന്മാർക്കും
മറുപടി എന്തുകൊണ്ട് ഇനിയും വന്നിട്ടില്ലാത്ത നിങ്ങളുടെ BJP സ്ഥാനാർത്ഥി ജയിക്കണം? ഈ രാജ്യത്ത് സമാനതകളില്ലാത്ത വികാസ പ്രവർത്തനങ്ങൾ നടത്തിയത് കൊണ്ടാണ് നരേന്ദ്രമോദിക്ക് വോട്ട് ചെയ്യാൻ പറയുന്നത്. കഴിഞ്ഞ 10 വർഷക്കാലം നരേന്ദ്രമോദി ഗവൺമെന്റ് ഭരിച്ചു. ഈ രാജ്യത്ത് അടൽ ബിഹാരി വാജ്പേയി ഭരിച്ച കാലഘട്ടം ഒഴിവാക്കിയാൽ ഈ ഭാരതം ഭരിച്ചത് പൂർണ്ണമായും കോൺഗ്രസ് ആണ്. ഈ കേരളം മാറി മാറി ഭരിച്ചത് ഇടതും വലതും കൂടിയാണ്. എന്നിട്ടും ഉണ്ടാവാത്ത വികസനമാണ് കഴിഞ്ഞ 10 വർഷക്കാലം നടത്തിയത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഏറെ അഭിമാനമുണ്ട്. BJP ഗവൺമെന്റ് കേരളത്തിലും അധികാരത്തിൽ വരണം. ഇവിടെ തൊഴിലില്ലായ്മയുടെ കാര്യം പറഞ്ഞു. ദേശീയ ശരാശരി തൊഴിലില്ലായ്മ 3.4%. കേരളത്തിലെ ശരാശരി 8 മുതൽ 10 വരെ ശതമാനമാണ്. തൊഴിലില്ലായ്മ ഏറ്റവും കൂടുതലുണ്ട്. PSC നോക്കൂത്തിയാക്കുന്നു. PSC പോലീസ് കോൺസ്റ്റബിൾ പരീക്ഷ നമുക്കറിയാം. യൂണിവേഴ്സിറ്റി കോളേജിലെ കത്തിക്കുത്ത് കേസിലെ പ്രതിയായ ശിവരഞ്ജിത്ത് PSC റാങ്ക് ലിസ്റ്റിൽ 27 ലക്ഷം എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്ത് കാത്തു നിൽക്കുക. 27 ലക്ഷം പേർ. അപ്പോഴാണ് 3 ലക്ഷം പിൻവാതിൽ നിയമനങ്ങൾ കഴിഞ്ഞ 5 വർഷക്കാലമായി കേരളത്തിൽ നടക്കുന്നത്. ഒറ്റ ചോദ്യം, 2 അക്കം കടക്കും ഇവിടുത്തെ സീറ്റുകളുടെ എണ്ണമെന്ന് പറഞ്ഞു BJP പ്രധാനമന്ത്രി. ഏതൊക്കെയാ 2 സീറ്റ്? കേരളത്തിലെ 20 സീറ്റുകളും BJPക്ക് ജയിക്കാൻ അനുകൂലമാണ്. അങ്ങനെയുള്ള പ്രതീക്ഷകളും കേരളത്തിലുണ്ട്. കൊല്ലത്ത് നിന്നുമാണ് നമ്മൾ കുരുക്ഷേത്രം പ്രേക്ഷകരിലേക്ക് എത്തിയത്. തിളച്ചുമറിയുകയാണ് കൊല്ലത്തിന്റെ രാഷ്ട്രീയവും. ഇനി നമ്മൾ നാളെ ആറ്റിങ്ങലിൽ നിന്ന് കണ്ടുമുട്ടും. കുരുക്ഷേത്രം തത്സമയം. ഗുഡ് നൈറ്റ്.